നമസ്കാരം. IFPHന്റെ 1950 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മുടെ അതിഥി ഡോക്ടർ മഷൂദ്, BHMS ഡിപ്ലോമ ഇൻ അക്യുപങ്ക്ചർ, റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ, ആയുഷ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് ഓഫ് കേരള. ഇന്നത്തെ വിഷയം കുറച്ച് മരുന്നുകളും ധാരാളം ഫലങ്ങൾ എന്നുള്ളതാണ്. വളരെ ശ്രദ്ധേയമായ ഒരു ഹെഡിങ് തന്നെ ഡോക്ടർ കൊടുത്തിട്ടുണ്ട്. അത് ചിന്തിക്കേണ്ട വിഷയവുമാണ്. എങ്ങനെയാണ് കുറച്ച് മരുന്നുകൾ ധാരാളം ഫലങ്ങൾ ഉണ്ടാകുക എന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ ലോകത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ടെലിഫോൺ കണക്ഷൻസ് ഉണ്ട്. പക്ഷെ 1 മുതൽ 0 വരെയുള്ള അക്കം കൊണ്ട് ഇത്രയും നമ്പറുകളെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പൊ ഈ ഒരു സൂത്രം തന്നെയാണ് ഹോമിയോപ്പതിക്ക് ഉള്ളത്. ഡോക്ടർ മഷൂദിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. ഡോക്ടർ മഷൂദ്, അൺമ്യൂട്ട് ചെയ്യണേ. ഹലോ, കേൾക്കാം. അഭിനന്ദരായ IFPHന്റെ ഭാരവാഹികളെ, ആദരണീയനായ ഡോക്ടർ സാമുവൽ ഹനിമാൻ, ഇപ്പോൾ ഞാൻ കൂടുതലും പറയാൻ ഉദ്ദേശിക്കുന്ന ഈ ഷൂസ്ലറുടെ റെമഡീസ് ആണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാന്യനായ ഷൂസ്ലർ, എൻ്റെ അധ്യാപകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വേദിയിൽ ഇതിന് ഒപ്പം പങ്കെടുക്കുന്ന മറ്റെല്ലാവരെയും എല്ലാവരോടും ഉള്ള നമസ്കാരം. ഇവരെ എല്ലാം സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് കിടക്കട്ടെ. കുറച്ച് മരുന്നുകളും ധാരാളം ഫലങ്ങളും, അത് എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇതിനകത്ത് ഒരു രണ്ടാഴ്ചയായി മുമ്പ് ഒരു ക്ലാസ് എടുത്തിരുന്നു. ഞാൻ ഈ ഷൂസ്ലറുടെ ടിഷ്യൂ ലവണങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ധനേഷ് ഡോക്ടർ ഇന്നലെ രാത്രിയിൽ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും തയ്യാറായിട്ടില്ലായിരുന്നു മലയാളത്തിന്. ഇപ്പൊ ഇതിനെ തന്നെ ഇതിന്റെ 2 ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് പ്രതീക്ഷിച്ചു. അപ്പം മലയാളം തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. പുതിയതൊന്നും സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. എന്നാലും ഞാൻ ഒരു 2 സെക്കൻഡ് ഒന്ന് ആലോചിച്ചിട്ട് നാളെ 10 മണിക്ക് മുമ്പ് പറയാമെന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു വിഷയം വന്നു. അതായത് പെട്ടെന്ന് ഈ വാക്കാണ് എനിക്കിങ്ങനെ മനസ്സിൽ വന്നത്, കുറച്ച് മരുന്നും കൂടുതൽ ഫലങ്ങളും. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് സസ്യങ്ങളിൽ കുറച്ച് റിസൾട്ട് കണ്ടു എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഫലങ്ങളെന്ന് പറയുന്ന 2 അർത്ഥത്തിലും വരുമല്ലോ. ഫലം എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ്, നമ്മുടെ ഈ സസ്യങ്ങളിൽ നിന്നും ഭക്ഷണങ്ങളിൽ നിന്നും എടുക്കുന്ന വിളവ് എന്ന അർത്ഥത്തിലും, അതുപോലെ തന്നെ ഗുണം, റിസൾട്ട് എന്ന അർത്ഥത്തിലും വരും. പിന്നെ കുറച്ച് മരുന്നുകൾ എന്നുള്ള വാക്ക് ഞാൻ ഈ പേര് പറഞ്ഞുവെങ്കിലും ഒരു പ്രത്യേക അനുഭവം ഉണ്ടാകുമല്ലോ നമുക്ക് ഈ ഇതുപോലുള്ള പേരുകൾ കേൾക്കുമ്പോൾ. അതുകൊണ്ട് കിട്ടുന്നേ ഉള്ളൂ. എനിക്കുണ്ടായിരുന്ന ഒരു പ്രത്യേക അനുഭവം എനിക്കുണ്ടാകും ഈ വാക്ക് കേട്ടപ്പോൾ. അതായത് കുറച്ച് മരുന്നുകളും കൂടുതൽ ഫലങ്ങളും, അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക അനുഭവം അത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതിന് വേറെ എന്തെങ്കിലും പറഞ്ഞാൽ മതി പോരല്ലോ. അപ്പം നമ്മളിപ്പോൾ അത് ഉണ്ടാകണമെങ്കിൽ, ആ അനുഭവം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ തന്നെ പറയണം. പ്രോഡിജീസ്, ഇങ്ങനെയുള്ള വാക്കുകൾ തന്നെ പറയണം. എങ്കിലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് മാത്രം ആ ഹെഡിങ് വെച്ചു എന്നേ ഉള്ളൂ. സാറിനോട് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ റിസൾട്ടും എക്സ്പെരിമെൻസിൽ കണ്ട കുറേ റിസൾട്ടുണ്ട്, കുറച്ച് മരുന്നുകളാണ് ഉപയോഗിച്ചിരുന്നത്, അത് പറയാമെന്ന് വെച്ചു. പക്ഷെ അത് കുറച്ച് കാട് കയറിപ്പോവും. പിന്നീട് ഒരു ദിവസം അതിനെ വ്യക്തമായിട്ട് പറയാം എന്നതും ഇന്ന് അല്പം പറയാമെന്നും വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പേര് സെലക്ട് ചെയ്തത്. ഈ കുറച്ച് മരുന്നുകൾ ഉപയോഗിക്കുന്നെങ്കിലും ധാരാളം ഫലമുള്ള ഒരേ ഒരു സിസ്റ്റം ഈ ഹോമിയോപ്പതി മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ഈ നാട്ടുപച്ച മരുന്നുകളിലും വിവിധ സ്ഥലങ്ങളിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതും പല വിധത്തിലുള്ള അസുഖങ്ങൾക്കാണ്. അങ്ങനെ വരുന്നാലും അവിടെ എല്ലാം ഒറ്റമൂലി പോലെ 1-2 അസുഖങ്ങൾക്കാണ് ഒരു ഏരിയയിൽ ഉപയോഗിച്ച് വരുന്നത്, പാരമ്പര്യമായിട്ട് ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ. അതേസമയം ഹോമിയോപ്പതി അങ്ങനെയല്ല. മറ്റെല്ലാ സിസ്റ്റത്തെ അപേക്ഷിച്ചും നമുക്കുള്ള ഏറ്റവും വലിയ ഒരു ക്രെഡിറ്റും, അതേസമയം തന്നെ ചെറിയൊരു മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പറയാൻ പൊതുവെ വരുമ്പോൾ നാം സ്വയം തന്നെ സ്വല്പം ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് പിടിക്കേണ്ടി വരുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഫലങ്ങൾ. അതായത് ഒരു അനേകം ഡിസീസിൻ്റെ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അജഗജാന്തര വ്യത്യാസമുള്ള
ഹെഡ് ടു ഫുട്ട് ഡിഫറൻസ് ഉള്ള ഡിസീസസ്, അസുഖങ്ങൾക്ക് നാം മിക്കവാറും ഒരു മരുന്ന് കൊടുക്കും. അതേപോലെ തന്നെ നമുക്കെല്ലാം അറിയാം, അനേകം ഔഷധങ്ങൾ ഒരേ പൊട്ടൻസി തന്നെ 6 ദിവസം പ്രായമായ കുട്ടിക്കും ചിലപ്പോൾ 60 വയസ്സായ ഒരാൾക്കും നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടി വരുന്നു. അതിന് ഡോക്ടറുടെ എക്സ്പീരിയൻസ്, ഡോക്ടറുടെ എഡ്യൂക്കേഷൻ അഥവാ അറിവ്, ഇതന്നെ ഉള്ള അനേകം ഘടകങ്ങൾ അതിനെ ബാധിക്കുന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ്. എന്നാലും ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടമാണ്. നമുക്ക് ഒരു മരുന്ന് തന്നെ അനേകം പൊട്ടൻസിയിലാക്കുമ്പോൾ ആ മരുന്ന് വിവിധ ആവശ്യങ്ങൾക്കായി മാറി വരുന്നു. അപ്പം മരുന്നുകളുടെ എണ്ണം എത്രയായി? 540 600 മെഡിസിൻസിനെ നമുക്ക് ഓരോ പൊട്ടൻസിയെയും 5ഉം 6ഉം 10ഉം ഡിഫറെന്റ് പൊട്ടൻസീസിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് 6000ഉം അതിൽ കൂടുതലും മെഡിസിൻസ് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടായി വരികയാണ്. ഓരോന്നിനും പൊട്ടൻസി വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോരോ ഡോക്ടേഴ്സിനും ഇപ്പോൾ പലർക്കും പൊട്ടൻസി നല്ല വ്യതിരിക്തമായിട്ട് ക്ലിപ്തമായിട്ട് തന്നെ അറിയുന്ന അനേകം പ്രാക്ടീഷണേഴ്സ് ഉണ്ട്. പൊട്ടൻസി പിന്നെ മരുന്നിന്റെ കാര്യത്തിൽ ഇവർക്ക് പറയേണ്ട കാര്യവുമില്ല. എന്നാൽ പോലും ഇവരാരും തന്നെ ഈ കാര്യത്തിൽ വ്യത്യസ്തരായിരിക്കില്ല. കാരണം അനേകം രോഗങ്ങൾക്ക് സിംറ്റമറ്റോളജി അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ സാധ്യത ഹോമിയോപ്പതിയുടെ ഒരു വലിയ സമ്പത്താണ്. കേൾക്കാമല്ലോ ഡോക്ടറെ? ഹലോ, കേൾക്കാം കേൾക്കാം. അപ്പൊ ഞാന് ആദ്യം ഇനി എനിക്ക് വേറൊരു പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഷൂസ്ലറുടെ ടിഷ്യൂ ലവണങ്ങളെ കുറിച്ച് തന്നെ കൂടുതൽ സംസാരിക്കാനാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞുവെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്ക് മറ്റു മരുന്നുകളെ കുറിച്ച് കുറേപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇപ്പൊ നമുക്ക് ഒരു സെപ്പിയ മെഡിസിൻ എടുക്കുകയാണെങ്കിൽ ഒരു സെപ്പിയ എന്ന് പറയുന്ന പേര്, അതിനകത്ത് റുപ്പിയ എന്ന് പറയുന്ന ഒരു വേർഡ് തന്നെ ഉണ്ട്. ഒരു ഡിസീസാണ്, ഒരു സ്കിൻ കംപ്ലൈന്റ് ആണ്. സ്കിൻ കംപ്ലൈന്റിന് ഏതെങ്കിലും ഒരു ഡിസീസ് സെപ്പിയ കൊടുത്താൽ ഇല്ലാതെ പോവുക അല്ലെങ്കിൽ കുറയാതിരിക്കുമോ? തീർച്ചയായിട്ടും ഇല്ല. സ്കിൻ ഡിസീസ് എന്ന് കേട്ടാൽ തന്നെ ധൈര്യമായിട്ട് നമുക്ക് സെപ്പിയ പ്രിസ്ക്രൈബ് ചെയ്യാം. അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റവും കൂടിയാണ്. ഒരു മരുന്ന് അനേകം രോഗങ്ങൾക്ക് കണ്ണുകൊടുക്കണം നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തെറാപ്യൂട്ടിക്സ് ലിസ്റ്റാണ് ഓരോന്നിനും. തൗസൻഡ്സ് ഓഫ് സിംറ്റംസ് സൾഫറിനെ കുറിച്ചുണ്ട്. പക്ഷെ അതിനുള്ള ഒരു സിംറ്റത്തിനെ നമുക്ക് ലക്ഷ്യമാക്കി നാം ഒരു മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മുടെ ഡിസീസിന്റെ ഒരുപാട് ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസ് എന്ന് വെച്ച് പ്രിസ്ക്രൈബ് ചെയ്യൂ എന്നുള്ള ആ ഒരു ഇത് നമ്മുടെ ഒരു മോട്ടോയാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്, ഒരു ശുദ്ധിയുള്ള ഒരു കാര്യമാണ്. അതായത് തെറാപ്യൂട്ടിക്കായിട്ട് നമുക്ക് കൂടുതൽ പ്രാഗൽഭ്യമുള്ള അല്ലാത്തവരും ഈ ഇൻഡെക്സ് നോക്കി നമുക്ക് എല്ലാ മരുന്നുകളും ടോട്ടാലിറ്റി വെച്ച് നോക്കി പ്രിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ സിംഗിൾ റെമഡി വളരെ കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. എന്നാലും ഒരു സിംറ്റംസ് കുറെ നാൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ സൾഫർ അനേകം സിംറ്റംസ് ഉണ്ടെങ്കിലും സൾഫറിന് ഏതെങ്കിലും ഒരു സിംറ്റംസ് മാത്രം എന്തിനെങ്കിലും മാത്രമായിട്ട് കൊടുക്കാൻ പറ്റും, ഒരു പോളിക്രിസ്റ്റ് ഇല്ല. എന്നാൽ ചില അപൂർവ റെമഡീസ് അതിന് പ്രത്യേകമായിട്ട് നമുക്കുണ്ട്. കൂടുതൽ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഈ പോളിക്രിസ്റ്റ് സെപ്പിയുടെ കാര്യം തന്നെ എടുക്കാം. ഈ സ്കിന്നിന് ഒരുപാട് കേസ്, ഏത് സ്കിൻ കംപ്ലൈന്റ് വന്നാലും ഞാൻ ഒരുപാട് തരം സ്കിന്ന് ഈ ഇടുക്കിയിൽ ഡിസ്ട്രിക്റ്റിലൊക്കെ എൻ്റെ ഡിസ്ട്രിക്റ്റ് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ സമയമില്ല എനിക്ക് കൂടുതൽ, ഞാൻ എല്ലാത്തിനും സെപ്പിയ കൊടുത്ത് നോക്കിയിട്ടുണ്ട്. സെപ്പിയ കൊടുക്കുക, ഫോളോ ചെയ്യുക, പെട്രോളിയം ഫോളോ ചെയ്യുന്നുണ്ട്, ആ പെട്രോളിയം കൂടെ കൊടുക്കുന്നു. ഈ ഫോളോ അപ്പ് റെമഡീസിനെയും കോംപ്ലിമെന്ററി റെമഡീസിനെയും ഒഴിവാക്കിക്കൊണ്ടൊരു പ്രാക്ടീസ് നമുക്ക് സാധാരണ ലെവലിൽ ലോ ലെവലിൽ ഒരു പ്രാക്ടീസ് സാധ്യമല്ല. ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് കോംപ്ലിമെന്ററീസ് കൊടുക്കുന്നു എന്ന് പറയും പോലെയാണ്. അപ്പൊ കുറച്ച് മരുന്നുകൾ എന്ന് ഉദ്ദേശിച്ചത് ഒരു 5-6 മരുന്ന് മതി ഹോമിയോപ്പതി നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോകാൻ. അതിൻ്റെ കോംപ്ലിമെന്ററീസ് നോക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ അവയുടെ ഫോളോ അപ്പ് റെമഡീസ് മാത്രം നോക്കി കൊടുക്കുന്നു. ആന്റിഡോട്ട് സ്ട്രിക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ഏതൊക്കെ ബിഫോർ പാടില്ല, ആഫ്റ്റർ ഏത് മെഡിസിൻ പാടില്ല, ഇതൊക്കെ നോക്കി. അല്ലാതെ ഒരിക്കലും പ്രിസ്ക്രിപ്ഷന് പാടില്ല. ഇപ്പൊ ഒരു ഡിസീസ് ഞങ്ങൾ ഡോക്ടർ ഐസക് സാറ് ഞങ്ങളെ ഓർഗനോൺ പഠിച്ചിരുന്നു. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, ഇന്നത്തെ കാലത്ത് ഹോമിയോപ്പതിയെ കേൾക്കുമ്പോൾ തന്നെ ഒരാള് ടോട്ടാലിറ്റി വെച്ച് ഒരു സിംറ്റം പ്രിസ്ക്രൈബ് ചെയ്യുന്നു. പക്ഷെ ഒരു ഡിസീസ് ക്യൂർ ആക്കുന്നതിന് അവിടെയാണ് നമ്മൾ അലോപ്പതി എന്നോ ആയുർവേദം എന്നോ ഇല്ല, മറിച്ച് നമ്മൾ ഒരു ഡിസീസ് ക്യൂർ ആക്കുന്നതിന് നമുക്കൊരു അസുഖം വന്നാൽ ആ അസുഖത്തിന് ഒരു കോഴ്സ് ഉണ്ട്. ഇപ്പൊ മീസിൽസ് പൾസാറ്റിലെ കൊടുക്കുക, ആപ്പിസ് കൊടുക്കുക, റെസ്റ്റോക്സ് കൊടുക്കുക, ബ്രയോണെ കൊടുക്കുക. പൾസാറ്റിലെ കൊടുത്ത് റെസ്റ്റോക്സ് കൊടുത്തു, ചുമ വന്ന് ബ്രയോണെ കൊടുത്തു, ലാസ്റ്റ് അതൊന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഒരു സൾഫറും കൊടുത്തു. ഇങ്ങനെ ഒരു മീസിൽസ് ക്ലിയർ ചെയ്യാം. പക്ഷെ അതെല്ലാവർക്കും അറിയാം. പക്ഷെ മീസിൽസിന്റെ കോഴ്സ്
ഫസ്റ്റ് മാക്യൂളും പാപ്യൂളും പിന്നെ ആ മീലിയറി എറപ്ഷൻസും അത് കഴിഞ്ഞിട്ട് വരുന്ന ആ കോപ്ലിക് സ്പോട്ടിന്റെ ആ സമയം കഴിഞ്ഞു പോയാലുള്ളത് ഇങ്ങനെയുള്ളത്, പിന്നെ ഫീവർ വരുന്നെങ്കിൽ ചെസ്റ്റ് പിന്നെ പോകുന്നു, ന്യൂമോണിയ സ്റ്റേജിലേക്ക് വരാം. ഇങ്ങനെ ഒരു ഡിസീസ് മിനിമം ഒരു മീസിൽസ് ആണ്. അതിനെ സ്റ്റേജ് വൈസ് ആയിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഡോക്ടേഴ്സ് പറഞ്ഞതായിട്ടൊക്കെ കേൾക്കാം. അങ്ങനെ അത്തരത്തിലും നമുക്ക് നോക്കാം. അപ്പോൾ ഡിസീസ് ക്യൂറബിലിറ്റി അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ സിംഗിൾനെസ് എന്ന് പറയുന്നതിന്റെ ആ ഒരു ത്തിന്റെ പിടിയിൽ മാത്രം ഒതുങ്ങി പ്രാക്ടീസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മുഷ്കിലാണ്, വളരെ പ്രയാസമാണ്. ആ പഠിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അത് പഠിക്കണം. പക്ഷെ പ്രാക്ടിക്കൽ ഫീൽഡിൽ ഈ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച എന്നല്ല, മറിച്ച് അല്ലാതെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഒരു കോഴ്സും ഒരു ഡിസീസും നമുക്ക് ഇത്തരത്തിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല അക്യൂട്ട് കേസിനെ സംബന്ധിച്ചിടത്തോളം. ഈ ക്രോണിക് കേസ് എന്ന് പറയുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മുമ്പ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ട് ടൈം കൂടുതലായി പോകുന്നുണ്ട്, എന്നാലും ഞാൻ പറയാം. രോഗത്തിന്റെ അവസ്ഥയിൽ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ ഒരു കോഴ്സ് ഒരേ ലെവലിൽ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കുന്നു. വൈറ്റൽ ഫോഴ്സിന്റെ രണ്ട് ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വെച്ച് വരുന്നുണ്ട്. അത് രോഗത്തിൻ്റെതെന്ന് പറഞ്ഞാൽ ഈ മുന്നോട്ട് പോകുന്ന വണ്ടി തല്ലും ചരലും മുഴുവനും ചാടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ മുന്നോട്ട് പോകുന്ന വണ്ടി മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് അവസാനം വരെ പോകുന്നു. അതിന്റെ ഓട്ടം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇത് തീർന്നു കഴിഞ്ഞു. എന്നാൽ ഈ പോകുന്ന വഴികളിൽ വരുന്ന ഓരോ ഈവൻസും ഓരോ ഡിസീസാണ്. അപ്പോൾ ഈ ഡിസീസസിന്റെ ലൈന് ഓരോന്നോരോന്നായിട്ട് കറക്റ്റ് ചെയ്ത് പോകണം. അത് ഒരു ലൈനാണ്. ഈ ലൈഫ് ഫോഴ്സ് എന്ന് പറയുന്നത് അത് എപ്പോഴും സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് അത് എപ്പോഴും ഒരു നാര് പോലെ അല്ലെങ്കിൽ ഒരു വാള് പോലെ അതല്ലെങ്കിൽ ഒരു വടി പോലെ കറക്റ്റായിട്ട് ഒരു സ്നേക്കിന്റെ, ഇതൊക്കെയാണ് എക്സാമ്പിൾ പറയുന്നത്. നമുക്ക് പല ചിത്രീകരണങ്ങളും നമ്മൾ ഈ മെഡിക്കൽ ഫീൽഡിൽ ഉണ്ട്. അത് ഒന്ന് തന്നെയാണ്, അത് സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കും. മറ്റത് എപ്പോഴും ഇങ്ങനെ വളഞ്ഞു തൂങ്ങി ഇതിൽ ചാരി കിടക്കും, ഇതിൽ തൂങ്ങിക്കിടക്കുന്നു, പറ്റിക്കിടക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള രോഗാവസ്ഥ. അതിനെ ക്ലിയർ ചെയ്യുന്നതിനാണ് നാം സമാന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള വൈതരണികൾ സൃഷ്ടിക്കുന്ന സാധനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോ ഒരു 2 കോടി പാർട്ട് അമോണിയം ഫോസ്ഫേറ്റ്, അതായത് ഈ സിമിലിയ സിമിലിസിന്റെ വേറൊരു ചരിത്രം വളരെ നാളുകൾക്ക് മുമ്പേ ഡാർവിൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പുസ്തകത്തിൽ നിന്ന് പറയുകയാണ്. അതായത് 2 crores ബൈ 1, അതായത് 1 പാർട്ട് ഓഫ് 2 crores, 2 കോടിയിൽ ഒരു പാർട്ട് ഡൈലൂഷൻ എന്തിന്റെ, അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു വസ്തുവിന്റെ 2 കോടിയിൽ ഒരു അംശം. നമ്മള് ഈ ഇൻസെക്ടിവോറസ് പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, കേട്ടിട്ടില്ലേ? ഈ പ്ലാന്റ്സ് ആനിമൽസ്, ഈ ചെറിയ ചെറിയ ഇൻസെക്ട്സിനെയൊക്കെ തിന്നുന്നതായിട്ടുള്ള അനിമൽസ്, ട്രോഫിറ പോലുള്ള പ്ലാന്റ്സ് ഉണ്ട്. ഇദ്ദേഹം ഡാർവിൻ നടത്തിയ പരീക്ഷണത്തിൽ കണ്ടതാണ്. 2 കോടിയിൽ ഒരു അംശം അമോണിയം ഫോസ്ഫേറ്റ് ഒരു ഡ്രോപ്പ് ഇതിന്റെ ഈ ഇൻസെക്ടിവോറസ് പ്ലാന്റിന്റെ കപ്പിലോട്ട് ഒഴിച്ചാൽ അതിനുണ്ടാകുന്ന ആ ടെൻഡക്കിൾസിന് ത്രൂ അൻ ആംഗിൾ 180 ഡിഗ്രി തിരിയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അത് 2 crores ഒന്നാണ്. അതായത് 1/2 crore of ammonium phosphate should induce changes in a gland sufficient to cause a motor impulse to be sent down the whole length of the tentacle എന്നാണ്. ദിസ് ഇമ്പൾസ് എക്സൈറ്റിംഗ് മൂവ്മെന്റ്സ് ത്രൂ ആൻ ആംഗിൾ ഓഫ് 180 ഡിഗ്രി. ഇത് ആരുടെയാണ്? ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഡാർവിന്റെ, നമ്മുടെ പരിണാമ സിദ്ധാന്തം കണ്ടെത്തിയ ഡാർവിന്റെ ഒരു പുസ്തകത്തിലുള്ളതാണിത്. അതുപോലെ തന്നെ നമുക്ക് നമ്മളെല്ലാം കോട്ട് ചെയ്ത് വായിച്ചിട്ടുള്ളതാണ് ഈ അട്രോപ്പിന്റെ കാര്യം. അട്രോപ്പിൻ ഈവൻ ദെൻ ഡൈല്യൂട്ടഡ് മോർ ദാൻ എ മില്യൺ ഫോൾഡ്, 1,010 lakhs ആണ്. 1 million fold പ്രൊഡ്യൂസേഴ്സ് അക്കമ്പനിങ് അവർ അക്കോർഡിംഗ് ടു റൂട്ട് ഷെയർ, ഒരാളുടെ പേരാണ് അത് കണ്ടെത്തിയ ആളിന്റെ പേരാണ് റൂട്ടർ, REUTER, റൂട്ട് ഷെയർ എന്ന് പറയുന്ന ആൾ. ഡയലറ്റേഷൻ ഓഫ് പീപ്പിൾ ഇൻ ഹ്യൂമൻ ബീങ്സ്, ഈ നമ്മുടെ പീപ്പിൾ ഡയലേറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ ലോവർ അനിമൽസിലും വെർട്ടിബ്രേറ്റ്സ് ആയിട്ടുള്ള അനിമൽസിലും വാം ബ്ലഡഡ് അനിമൽസിലും ഇത് കണ്ടിട്ടുണ്ട്. ഈ പീപ്പിൾ ഡയലേറ്റ് ചെയ്യും. 1 millionth ഓഫ് എ പാർട്ട് ഓഫ് അട്രോപ്പിൻ. ബെലഡോണയിലുള്ള ഒരു പ്രധാന ഘടകമാണ് അട്രോപ്പിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബെലഡോണ നമുക്ക് വളരെ അധികം പൊട്ടൻസി, ടെന്നം പൊട്ടൻസിയുടെ ആക്ഷൻ വളരെ കൂടുതലാണ്. അതിൽ കൂടുതലും ഈ പ്രവർത്തന മേഖല അല്ലെങ്കിൽ സർഫസ് ഏരിയ കൂടുതലായിട്ടൊക്കെ വരുന്നതെന്നൊക്കെ പുതിയതായിട്ട് നമ്മൾ പലരും അസ്യൂം ചെയ്ത് വരുന്നുണ്ട്. എന്നാൽ അതൊക്കെ ആയിരിക്കാം പല കാരണങ്ങളും. അതുപോലെ തന്നെ ഈ ബുൻസൺ ബേർണർ എന്ന് കണ്ടെത്തിയിരുന്ന നമ്മൾ ലാബിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യമല്ലേ ബുൻസൺ ബേർണർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ബേണം. ഈ ലാബിൽ കത്തിക്കുന്നതിന് വേണ്ടി കുറച്ചൊരു സാധനം ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് ഒരു ഗ്യാസ് ഇങ്ങനെ മുകളിലോട്ട് വരുന്നത്, അത് കണ്ടെത്തിയ ബുൻസൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്, ബുൻസൺ ബേർണർ.
അദ്ദേഹം തന്നെയാണ് ക്രിച്ച്റോഫ് എന്ന് പറയുന്ന ഒരാളിനെ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇവര് രണ്ടുപേരും കൂടി പറഞ്ഞ ഒരു സാൾട്ട് എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ട്. അതായത് ഒരു 1/20 ഗ്രെയിൻ, അതായത് 20 ഗ്രെയിനും താഴെ 1/20 എന്ന് പറയുന്ന ഗ്രെയിനിൽ താഴെ, അതായത് 3 മില്ലിഗ്രാംസ് ഏതാണ്ട് ഉള്ള സോഡിയം ക്ലോറൈഡിന്റെ ഒരു ഒരു ഇത് എടുത്തിട്ട് അത് 60 ക്യൂബിക് മീറ്റർ എയർ ഉള്ള ഒരു റൂമിലേക്ക് ഇങ്ങനെ ബ്ലൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഊതി പെരുക്കി വിടുന്നു ഇതിന്റെ ഈ സോഡിയം ക്ലോറൈഡ്. എന്നിട്ട് മറ്റൊരറ്റത്ത് വളരെ ദൂരത്തിലിരുന്ന ഒരു ഫ്ലെയിമില് ഈ സോഡിയത്തിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ ഫ്ലെയിം സ്റ്റാൻഡിങ് കൺസിഡറബിൾ ഡിസ്റ്റൻസ്, ഒരു സോഡിയത്തിന്റെ ഒരു ലീനിയർ അപ്പിയൻസ് കാണാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഒരു സോഡിയം ഫ്ലെയിമിന്റെ. അപ്പോൾ വെറും 3 ഗ്രാംസ് ഓഫ് സോഡിയം ക്ലോറൈഡ് ആണ്. ഈ 60 ml റൂമിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോൺ ചെയ്തു അല്ലെങ്കിൽ ഊതി വീർപ്പിച്ചതിന് ശേഷം ആ എയറിൽ സോഡിയത്തിന്റെ അംശം ഉണ്ടായിരുന്നു എന്ന് കാണാൻ ദൂരത്തിരുന്ന, ഈ റൂമിൽ തന്നെ മറ്റൊരു ദൂരത്തിരുന്ന ഒരു ചെറിയ ഫ്ലെയിമില് ഇതിന്റെ ഈ സ്പെക്ട്രം, സോഡിയത്തിന്റെ സ്പെക്ട്രം കത്തിച്ചാൽ അറിയാം നമുക്ക്. സോഡിയം ചെറിയൊരു ഗോൾഡൻ അല്ല, ഒരു ഗ്രീനിഷ് യെല്ലോ ഒരു രീതിയിൽ ഇങ്ങനെ കത്തി വരും. അതാണ് സോഡിയം വെള്ളത്തിലിട്ട പെട്ടെന്ന് റിയാക്ട് ചെയ്ത് കത്തി വരുന്നത് നമുക്ക് കാണാം, കത്തി പിടിക്കുന്നു. അപ്പൊ അത് കാണാൻ കഴിഞ്ഞു, സെൻസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കണ്ടെത്തിയിരുന്നത് ഈ ബുൻസനും ക്രിച്ച്ഹോഫും നടത്തിയ എക്സ്പെരിമെന്റിലാണ് അത് കണ്ടത്. ഇനി നമ്മുടെ സെൽസിനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സെൽസ്, ശരീരത്തിലെ കോശങ്ങൾ ഏത് സാൾട്ട് ചെന്നാലും ഏത് പദാർത്ഥം ചെന്നാലും ടേക്ക് ഓഫ് ചെയ്യുന്നതിനും അവയെ പുറന്തള്ളുന്നതിനുമുള്ള ഒരു ടെൻഡൻസി സ്വതമേ തന്നെ ഉണ്ട്. അത് സ്വയം തന്നെയാണ് അത് സ്വീകരിക്കുന്നത്, സ്വയം തന്നെയാണ് അത് പുറത്തേക്ക് വിടുന്നത്. അതിന് പ്രത്യേകമായിട്ടുള്ള എന്താണ് അതിന് വരുന്ന കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ എന്താണ് അതിന് വരുന്ന മെമ്മറി എന്ന് വ്യക്തമായിട്ടൊന്നും ആരും വായിച്ചിട്ടില്ല. ഈ എൻഡോത്തീലിയൽ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പോലുള്ള ചില ഘടകങ്ങളൊക്കെ ഇന്റേണൽ ആയിട്ട് കിടക്കുകയാണ്, അത് പ്യൂറായിട്ട് കിടക്കുന്നു. ഈ ലൈസോസോംസ് ഇല്ലാത്ത ഈ ഓർഗനൽസ് എല്ലാം പുതുതായിട്ട് പറയുന്നു. എനിക്ക് ചിലപ്പോൾ ടെക്സ്റ്റിൽ ലേറ്റസ്റ്റ് ആയിട്ടൊരു അറിവ് എനിക്ക് തോന്നിയത്, ഈ ഓർഗനൽസും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പോലുള്ള പല ഘടകങ്ങളും കാലാന്തരത്തിൽ സെൽസിലേക്ക് പലതും വന്നു ചേർന്നത് പരിണാമം വഴി പോലും അല്ലാതെ ഒരു പക്ഷേ മറ്റേതെങ്കിലും വിധത്തിലായിരിക്കും എന്ന് തോന്നുന്നു. അത്രത്തോളം ഇൻഡിവിഡ്വൽ ആയിട്ടുള്ളതാണ്, എന്നാൽ യുണൈക്ക് ആയിട്ടുമുള്ള എന്തോ ഒരു മാത്രമായിട്ട് ഉണ്ടായി വന്നതാണ്. ഇത്രയും പരിണാമത്തിൽ ഇങ്ങനെ ഈ സെൽസിൽ ഉണ്ടായിരിക്കുന്ന ഈ ഓർഗനലിലെ സെൽസിൽ കാണുന്ന ചെറിയ ചെറിയ പ്ലാസ്മിക് റെറ്റിക്കുലം, ലൈസോസോംസ്, പ്ലാസ്മിഡ്സ്, മറ്റേ ഈ ന്യൂക്ലിയസ്, പിന്നെ അതേപോലെ തന്നെ മൈറ്റോകോൺട്രിയ. ഇതൊക്കെ ഈ അടുത്ത കാലത്ത് മൈറ്റോകോൺട്രിയ വേറെ ഏതോ ഇതിന് പ്രത്യേകമായിട്ട് ഇതിനകത്ത് കയറ്റിയതാണ്. പിന്നീടാണ് ഈ നമ്മുടെ ഈ എനർജി ലെവൽസിൽ വരുന്ന ചേഞ്ചസിനൊക്കെ അത് വേണ്ടി വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് വായിച്ച് മനസ്സിലാക്കുന്നതിന് കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. നാം അതിനെ ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ വിദ്യാർത്ഥികളും വരുന്ന ഹോമിയോ കൈകാര്യം ചെയ്യുന്നവരും ഈ സയൻസിനെ കൂടുതലായിട്ട് ഈ തരത്തിലുള്ള ഒരു വ്യൂ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഞാൻ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഈ ഷൂസ്ലറുടെ ടിഷ്യൂ സാൾട്സും അതേപോലുള്ള ടിഷ്യൂ ലവണങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളും ഹനിമാനാണ് യഥാർത്ഥത്തിൽ തുടങ്ങി വെച്ചത്. അദ്ദേഹം ലൈം സാൾട്ട് അറിയാമല്ലോ, പിന്നെ സാൾട്ട് ഓഫ് പൊട്ടാഷ്, അതുപോലെ സിലിക്ക, ഇത് മൂന്നിന്റെയും കാര്യം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പൊ ഈ ലെവലിൽ ടിഷ്യൂ സാൾട്സിലും ഇതെല്ലാം ഉണ്ട്, ഈ മൂന്നും ഉണ്ട്. ഈ ലെവലിൽ അദ്ദേഹം അതിനെ സ്റ്റഡി ചെയ്തിരുന്നു. ഫസ്റ്റ് ഇദ്ദേഹമാണ് ഹനിമാനാണ് ഇതിനെക്കുറിച്ച് ഒരു തീസിസ്, ഒരു പേപ്പർ പ്രസന്റ് ചെയ്തിട്ടുള്ളത് ടിഷ്യൂ റെമഡീസ്. അത് 1832 എസെൻഷ്യൽ കോമ്പോണന്റ് പാർട്സ് ഓഫ് ദ ഹ്യൂമൻ ബോഡി, എ പേപ്പർ ഇൻ സ്റ്റാഫ്സ് ആർക്കീവ് അല്ലെങ്കിൽ ജേർണൽ, അതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി 1846 ഓൾ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ ഹ്യൂമൻ ബോഡി പ്രിൻസിപ്പലി ആക്ട് ഓൺ ദോസ് ഓർഗൻസ് wherein they are the cause of symptoms. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അത് കോൺസ്റ്റന്റൈൻ ഹെറിംഗ് ആണ് 1846 ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓൾ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ ഹ്യൂമൻ ബോഡി പ്രിൻസിപ്പലി ആക്ട്സ് ഓൺ ദോസ് ഓർഗൻസ് wherein they are the cause of symptoms. ഇത് ഹനിമാന്റെ ആ പ്രിൻസിപ്പിളിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്ന ടിഷ്യൂ സാൾസിന്റെ ഒരു പേരാണ്. മാത്രമല്ല കോൺസ്റ്റന്റൈൻ ഹെറിംഗ് ആണ് 12 ടിഷ്യൂ റെമഡീസ് എന്ന ആ വാക്ക് പ്രയോഗിച്ചത്, ടിഷ്യൂസിലതല്ല. ഷൂസ്റ്റർ ഇതിനെ ദ ഒറിജിനൽ ആയിട്ട് ജർമ്മനിൽ അദ്ദേഹം, ഇംഗ്ലീഷിലാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തത്, എന്നാലും അദ്ദേഹം ജർമ്മനാണ്. അദ്ദേഹം അത് പബ്ലിഷ്ഡ് ഫസ്റ്റ് ഇൻ
മെഡിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ മെയ് 1873 അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്, ഷൂസ്ലർ. അതിന്റെ പേര് ഈ കോൺസ്റ്റന്റൈൻ ഹെറിംഗ് ആണ് ഷൂസ്ലേഴ്സ് ടിഷ്യൂ റെമഡീസ് എന്ന് പേരിട്ടിരിക്കുന്നത്. ഈ ഷൂസ്ലർ ഇത് കണ്ടെത്തിയെങ്കിലും ഇദ്ദേഹം വളരെ നാളുകൾ നന്നായിട്ട് ഫോർവേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ആളാണ്. പക്ഷേ അദ്ദേഹം ലാസ്റ്റില് ഹോമിയോപ്പതിയെ കുറിച്ച് ഹോമിയോപ്പതിയോടുള്ള ആ ഒരു അബിലിറ്റി ഡിനേ ചെയ്യുകയാണ് ചെയ്തത് ഷൂസ്ലർ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നോട്ട് ഹോമിയോപ്പതി, ഇറ്റ് ഈസ് നോട്ട് ഹോമിയോപ്പതി, ഇറ്റ് ഈസ് സിമിലർ സംതിങ്. പക്ഷേ ആ സമയത്ത് നമ്മുടെ ഈ ഡെഫിഷ്യൻസി ഓഫ് ദ സാൾട്സ് ഉണ്ടല്ലോ, അതായത് ശരീരത്തിന്റെ മൈക്രോ എലിമെന്റ്സ് ആ ലെവലിലുള്ള ഒരു സ്റ്റഡിയൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഷൂസ്ലറാണ് ശരിക്കും പറഞ്ഞാൽ ഈ മൈക്രോ ന്യൂട്രിയൻസിൽ നിന്നുള്ള ലെവലിലാണ് ഷൂസ്ലർ ഈ ടിഷ്യൂ സാൾസിനെ കൊണ്ടുവന്നത്. പക്ഷെ കോൺസ്റ്റന്റൈൻ ഹെറിംഗ് അതിനെ കൂടുതലായിട്ട് മാറ്റി പ്രാക്ടിക്കലായിട്ട് ഇതിന്റെ ഈ തിയറിയുടെ ഭാഗം സപ്പോർട്ട് ചെയ്തിട്ട് വന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ടിഷ്യൂ റെമഡീസ് ഹോമിയോപ്പതിക്കാർ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള കാരണം. അല്ലെങ്കിൽ എടുക്കില്ലായിരുന്നു, നാം ഇത് കൊണ്ടുവരാനേ സാധ്യതയില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഈ ഇതിനെക്കുറിച്ചുള്ള ഒരു ചരിത്രം. ഇനി 1873 ആൻ ആർട്ടിക്കിൾ എൻറ്റൈറ്റഡ് ആൻഡ് അബ്രിഡ്ജ്ഡ് ഹോമിയോപ്പതിക് തെറാപ്യൂട്ടിക്സ് എന്ന് പറഞ്ഞ് ഷൂസ്ലർ തന്നെ എഴുതിയിട്ടുണ്ട്. ആദ്യം 1873 തന്നെ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഇദ്ദേഹത്തിന്റെ മെഡിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ മെയ് 1873 അതേ ജേർണലിൽ തന്നെയാണ് ഇത് എഴുതിയതും. അതിൽ തന്നെയാണ് കോൺസ്റ്റന്റൈൻ ഹെറിംഗ് 1846 തന്നെ ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് ഹോമിയോപ്പതിക് പ്രിൻസിപ്പിള് പോലെ തന്നെ ഈ എലിമെന്റ്സ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയും എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ സാധാരണ എടുത്ത് വായിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നമുക്ക് റെഫർ ചെയ്ത് ഒന്ന് പഠിക്കാനുള്ള സൗകര്യം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പൊ ഇത് കൂടുതലായിട്ട് പറഞ്ഞത്. ഞാൻ ഇപ്പോ ഈ ലവണങ്ങളിൽ ഇപ്പൊ എന്താണ് ഇത്രയും കൂടുതലായിട്ട് വരുന്നത്, ഇപ്പൊ എല്ലാത്തിന്റെയും ഒരു ജനറൽ വേർഡ്സ് കുറച്ച് പറയാം. ആദ്യം ഞാൻ ഈ ക്ലാസ്സുകൾ ഒന്നിച്ചെടുത്തതാണെങ്കിലും ഇപ്പൊ ഞാൻ അതിന്റെ എല്ലാം കൂടി സംക്ഷിപ്ത രൂപം കുറച്ച് മാത്രമായിട്ട് പറയാം. ഈ മോളിക്കുലർ മോഷൻ എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെ പറയുന്ന ഓറിയന്റേഷൻ, അതായത് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഈ എലിമെന്റ്സ് മോളിക്യൂൾസിന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നും അത് വരുന്ന മാറ്റത്തിന് അനുസരിച്ച് ഈ അസുഖം ഉണ്ടാകുന്നു, പല രോഗങ്ങളും ഉണ്ടാകുന്നു എന്നാണ് ആ ഒരു വാക്ക് ഷൂസ്ലർ പ്രയോഗിച്ചിട്ടുണ്ട്. അതായത് മോളിക്കുലർ ഓറിയന്റേഷൻ. അത് ഒരു കണക്കിന് ഞാൻ പറയാൻ കാരണം നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു ലൈനിന് സർപ്പത്തിന്റെ ആ രണ്ട് സർപ്പം ഇങ്ങനെ ഉണഞ്ഞു കിടക്കുന്ന മെഡിക്കലിന്റെ സിമ്പൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്ന് ആരോഗ്യത്തിന്റെ ആ വാളും മറ്റേ രോഗം പണഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ വാൾ എന്ന് പറയുന്ന വൈറ്റൽ ഫോഴ്സ് നമ്മുടെ ജീവന്റെ ബലമാണ്. അതില് ഈ സർപ്പം വിഷം, വധം, അതായത് പാപം വഴി ഉണ്ടായ വിഷം, അല്ലെങ്കിൽ നാം കഴിച്ചുള്ള വിഷപദാർത്ഥങ്ങൾ, അല്ലെങ്കിൽ പാപം, നാം ചെയ്യുന്ന പാപം എല്ലാം ഘനീഭവിച്ച് അതിലൂടെ ഓരോ രോഗങ്ങളായിട്ട് വരുന്ന, അതിനെ സംക്ഷിപ്തമായിട്ട് പറയുമ്പോൾ ഈ ഓറിയന്റേഷൻ ഓഫ് ദ മിനറൽസ് ഉണ്ടാകുന്നു, തെറ്റുന്നു എന്നുള്ളതാണ്. ഒരു കോറിലേഷൻ വേണം. ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഞാൻ ഇത് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ബോൺസിൽ കോൺസെൻട്രേഷൻ കൂടുതലുള്ള കൽക്കേറിയ ഫ്ലൂർ ആണെങ്കിൽ ബ്ലഡിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ളത് അയണാണ്. ഇങ്ങനെ ഓരോ സാൾട്ടും നോക്കുമ്പോൾ അവയുടേതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസി അവ നിലനിൽക്കുന്നതിന് ഓരോരുത്തരും ഓരോ കോൺസെൻട്രേഷനിലാണ്. ഈ കോൺസെൻട്രേഷൻ ആയിരിക്കെ തന്നെ ഇതെല്ലാ സാൾട്ടും ഒരേപോലെ തന്നെ എല്ലാ ഭാഗത്തും ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. ഇവയിലുള്ള ആ ഒരു അനുപാതമാണ് യഥാർത്ഥത്തില് ഇദ്ദേഹം പറഞ്ഞത്. ഈ അനുപാതം എവിടെ തെറ്റുന്നുവോ അവിടെ ഉടനെ ഡിസീസായിട്ട് ഫോം ചെയ്യുന്നു, അവിടെ അതിന് നേർവിപരീതം ഉണ്ടാകുന്നു. ഈ സാൾട്സ് ആണ് ഇതിനുള്ള ബയോ കെമിക്കലായിട്ടുള്ള ഈ പ്രോസസ്സിനെല്ലാം ഒരു കോൺസ്റ്റന്റ് ആയിട്ട്, അതായത് ഒരു സംക്ഷിപ്തമായിട്ട് പറഞ്ഞ ഒരു ഈക്വലൻസ്, ഒരു ബാലൻസിൽ കൊണ്ടുപോകുന്നു. എവിടെയാണോ ഇതിന്റെ ബാലൻസ് തെറ്റുന്നത് അവിടെ ഡിസീസ് ഫോം ചെയ്യുന്നു. അവിടെ നമ്മൾ മൈക്രോ ആയിട്ടുള്ള ഈ എലിമെന്റ്സ് സപ്ലൈ ചെയ്യുമ്പോൾ ആ ഭാഗത്തിൽ ആ ഡിസീസ് ക്യൂർ ആകുന്നു എന്നതാണ് തെറാപ്യൂട്ടിക്കലി ഈ നമ്മളെ പോലുള്ള വൈദ്യം, അതായത് ചികിത്സ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം. അതാണ് ഈ ചികിത്സയുടെ ഭാഗത്ത് ഇതിന്റെ പ്രാധാന്യം. അതല്ലായിരുന്നുവെങ്കിൽ ഇപ്പൊ മൈക്രോ ആയിട്ടുള്ള ഈ എലിമെന്റ്സ് നമ്മൾ ലോ പൊട്ടൻസിയിൽ തന്നെ സപ്ലൈ ചെയ്താലും ഇവയുടെ ആ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കീപ്പ് ചെയ്ത് വരും എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതിന് ഹയർ പൊട്ടൻസീസിനെ സംബന്ധിച്ചിടത്തോളം ഇതേപോലുള്ള ചില വ്യത്യസ്തമായ കാര്യങ്ങളാണ് നടന്നു വരുന്നത്. അത് ഹയർ പൊട്ടൻസീസിൽ അല്ലെങ്കിൽ ഹോമിയോപ്പതി മെഡിസിൻസിനെ ഇത്തരത്തിലുള്ളതുമായിട്ട് കമ്പയർ ചെയ്ത് സ്റ്റഡി ചെയ്യാൻ കുറച്ചുകൂടി ഡീപ്പാണ്. നാം ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പോയാൽ ഈ ബയോകെമിക്കൽ ഡാറ്റ വെച്ച് നമുക്ക് ഒരിക്കലും നമുക്കൊരു എൻഡിൽ എത്താൻ കഴിയില്ല എന്ന് ഇതുവരെയും വിചാരിക്കുന്നു. പക്ഷേ അതിന്റെ ഈ വൈബ്രേഷണൽ സ്റ്റേറ്റ് ഓഫ് ദ എലിമെന്റ്സ് ആൻഡ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞ് പുതിയ ഒരു ഇത് വരുന്നുണ്ട്. ആ ഒരു ലെവലിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഡിസീസ്ഡ് സ്റ്റേറ്റിൽ
നാം ഉണ്ടാകുന്ന പോർഷൻസിൽ വൈബ്രേഷണലായിട്ടുള്ള ഹനുമാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അവയമായ ബലം നടത്തേണ്ട കാര്യങ്ങളൊന്നും ഇപ്പോഴുള്ള ഡോക്ടേഴ്സിന് ഇല്ല. നാം അതിനെ കമ്പയർ ചെയ്തപ്പോൾ കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ 1 to 9 മറ്റേ ഡോക്ടർ മനോജ് പറഞ്ഞതുപോലെ ഒരു കമ്പ്യൂട്ടറിൽ 1 to 9 to 0 ഇത്രയും അക്കങ്ങളേ ഉള്ളൂ. ഇത് വെച്ച് മാത്രം ഇങ്ങനെ മാറിയും തിരിഞ്ഞും വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് പി എന്ന് പറയുന്ന ഒരു വെച്ച് ഡോട്ട്സ് ഉണ്ട്, അത് ഇല്ലായ്മയാണ്, വാക്വം. ഇല്ലായ്മയും ഉള്ളതും മാത്രം ഇങ്ങനെ കോറിലേറ്റ് ചെയ്ത് വെച്ച് അങ്ങനെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അതുപോലെ ഞാനിപ്പോൾ ഇത് പറഞ്ഞത് നമുക്കൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് കറക്റ്റ് മാക്സിമം സിമിലിമ ഏത് വെച്ച് ഫില്ല് ചെയ്യുന്നുവോ അത് കറക്റ്റ് ആയിരിക്കും. ഏറെക്കുറെ എങ്കിലും വന്നാൽ അത് മതി. ഇപ്പൊ എല്ലാ സിംറ്റംസിനും വരണമെന്നില്ല. ഒരു റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ കാര്യം പറയുമ്പോൾ എല്ലാ മേജർ ക്രൈറ്റീരിയ, മൈനർ ക്രൈറ്റീരിയ, എല്ലാ ക്രൈറ്റീരിയയും എഗ്രി ചെയ്താൽ മാത്രമേ ഒരു ഡിസീസ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരില്ല. 2-3 മേജർ ക്രൈറ്റീരിയ, 2 സിംറ്റംസ്, മൈനർ ക്രൈറ്റീരിയ ഒരു 3 സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് തന്നെയാണ്. അതിനൊക്കെ പറയും. അതേപോലെ ഈ ഫില്ലിംഗ് എഫക്ട് എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നാം ഒരു വെച്ച് ഇങ്ങനെ കുറച്ച് മെഡിസിൻസിന്റെ സിംറ്റമറ്റോളജിയും വെച്ച് ഒന്ന് കോറിലേറ്റ് ചെയ്ത് വെച്ച് നോക്കുന്നു. അവ കറക്റ്റ് ആവുന്ന ഏറെക്കുറെ എങ്കിൽ അത് ബോഡിക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. പെട്ടെന്ന് തന്നെ ഒരു ആന്റി ആയിട്ടുള്ള ഒരു ഇത് ഇല്ലാതാകുന്നു. ഒന്നുകിൽ അതിന്റെ വൈബ്രേഷൻ സ്റ്റേറ്റ് കറക്റ്റ് ആവുന്നു, അല്ലെങ്കിൽ പുതിയൊരു വൈബ്രേഷൻ സ്റ്റേറ്റ് വഴി അതിനെ എബോളിഷ് ചെയ്യുന്നു. ഇത് രണ്ടിലേതോ ഒന്ന് നടക്കുന്നു, നമുക്ക് ഈസ് കിട്ടുന്നു, ബോഡി വീണ്ടും ഇതിലേക്ക് പോകുന്നു. അത് ചെയ്യാത്തിടത്തോളം അത് ഇങ്ങനെ ക്രോസ് ചെയ്ത് നേരത്തെ ഈവൻസ് പോയിക്കൊണ്ടിരിക്കുന്നു. വണ്ടി മുന്നോട്ട് പോകുന്നുവെങ്കിലും ഇവിടെ ഇങ്ങനെ ഓരോന്നായിട്ട് വരഞ്ഞും വണ്ടിയുടെ ബ്രേക്കും മറ്റും തീർന്നു പോകുന്നു എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ ഇത് ആണ് പ്രധാന പ്രശ്നം. ഇന്നിപ്പോ ഞാനിപ്പോ ഓരോ മരുന്നിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. അതായത് കൽക്കേറിയബോസിന്റെ ഡെഫിഷ്യൻസി എന്ന് ആദ്യം പറയാം. എപ്പിത്തീലിയൽ സെൽസിലാണ് ഈ സെൽസിന്റെ പ്രോബ്ലംസ് ഉണ്ടാകുന്നതെങ്കിൽ, ഡെഫിഷ്യൻസി വരുന്നതെങ്കിൽ എന്ന് ഞാൻ പറയുകയാണ്. കാര്യം എന്ന് പറഞ്ഞാല് ഇത് എവിടെയാണ് പ്രധാനമായിട്ടുള്ളത്? ഇപ്പൊ നാട്രം സൾഫ് ലിവറിന് കൂടുതലുണ്ടെന്നെങ്കിലും ഫെറംബോസ് ബോണിലും അയണിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കൽക്കേറിയ എന്ന് പറയുന്നത് ബോണിലാണ് എന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഉണ്ട്. കാര്യം സീറത്തിലുണ്ടെങ്കിൽ സീറം ബ്ലഡ് മുഴുവൻ, ശരീരം മുഴുവൻ സർക്കുലേറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രോട്ടീനാണ്. ഇതില് ഇപ്പൊ എപ്പിത്തീലിയൽ സെൽസിലാണ് ഈ കൽക്കേറിയ ബോസിന്റെ വരുന്നെങ്കിൽ സീറോ മെംബ്രൈനിൽ സീറോ ആൽബുമിനസ് ആയിട്ടുള്ള ഒരു എക്സുഡേഷൻ ഫോം ചെയ്തിട്ട് കുറച്ച് സാക്സ് വന്നിട്ട് അത് ബിൽഡസ് ആയിട്ടുള്ള എറക്ഷൻസോ വിസിബിൾസോ ഒക്കെ ഫോം ചെയ്യും. അതാണ്. അതുപോലെ തന്നെ ആൽബുമിനസ് സെക്രീഷൻസ് മ്യൂക്കസ് സർഫസിലാണ് വരുന്നതെങ്കിൽ, എപ്പിത്തീലിയൽ ഡിസീസ്ഡ് ആയിട്ട് മ്യൂക്കസ് സർഫസിലാണ് വരുന്നതെങ്കിൽ അതുപോലെ എപ്പിഡെർമിസിലെ ലോസ്റ്റ് CPM, ഈ ആൽബുമിൻ ഞാൻ പറഞ്ഞു, ആൽബുമിൻ ഇത് സ്കിന്നിലേക്ക് ത്രോ ഔട്ട് ചെയ്തിട്ട് ഒരു ക്രസ്റ്റ് ഫോം ചെയ്യുകയും ആ ക്രസ്റ്റ് വളരെ വലുതായി വരികയും അത് ഒരു ഡിസീസായിട്ട് പോവുകയും ചെയ്യും. അത് കൽക്കേറിയബോസിന്റെ ഒരു പ്രത്യേകതയാണ്. കൽക്കേറിയബോസ് ഇപ്പോൾ ആൽബുമിനിലും അതുപോലെ തന്നെ ഫ്ലൂയിഡിലും ബോണിലും ഒക്കെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഡിഫക്റ്റീവ് ന്യൂട്രീഷനും വോഷ്യസ് ഗ്ലാൻഡുലാർ പോലുള്ള ഓർഗൻസിനെ ഇത് ബാധിക്കുന്നതാണ് ഇതിന്റെ ഡെഫിഷ്യൻസി. പിന്നെ റെസ്റ്റോറേറ്റീവ് പവർ ഓഫ് അക്യൂട്ട് ഡിസീസസ് കീപ്പ് ചെയ്യുന്നതിനും ഈ കൽക്കേറിയബോസ് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ കൽക്കാരി ഫ്ലൂർ വരികയാണെങ്കിൽ ഒരു ഹാർഡ് നോട്ടി എക്സുഡേഷൻ ഓൺ ദ സർഫസ് ഓഫ് ദ ബോൺ ഉണ്ടാകുന്നതാണ്. പിന്നെ എലാസ്റ്റിക് ഫൈബേഴ്സിനെയാണ് കൂടുതലായിട്ടും കൽക്കേറിയ ഫ്ലൂർ പ്രവർത്തിക്കുന്നത്. ബോൺസിനെ അല്ല, കൂടുതലും എലാസ്റ്റിക് ഫൈബേഴ്സിനാണ്. എലാസ്റ്റിക് ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഡയലറ്റേഷൻ ഓഫ് ദ വെസലും റിലാക്സേഷനും അതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് ആണ് ഈ കൽക്കേറിയ ഫ്ലൂറിന്റെ. അതുകൊണ്ട് തന്നെ വെരിക്കോസ് വെയിൻസ്, അതുപോലെ തന്നെ വെയിനിലാർ, പിന്നെ വാൽവുലാർ പോലുള്ള കംപ്ലൈൻസ്, പിന്നെ അതേപോലെ തന്നെ ഈ ഹാർഡ് നോട്ടി എക്സുഡേഷൻ വന്നിട്ട് അത് തന്നെയാണ് കൽക്കേറിയ ഫ്ലൂറിന്റെ ഫൈബ്രോയിഡ് പോലുള്ള ഡിസീസസ് സെറ്റിൽമെന്റ് വരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഈ വെരിക്കോസ് വെയിൻസ് ഇപ്പോൾ ഇതിന്റെ ഇലക്ട്രിസിറ്റി നഷ്ടപ്പെട്ട് വെയിൻസിന് വരുന്ന ഡിസീസ് കാരണമാണ് ഹെമറേജും കൂടുതലായിട്ട് ഇന്റേണൽ ആയിട്ടുള്ള ബ്ലീഡിങ്സ് ഈ വരുന്നതിന് കാരണമാകുന്നത്. അപ്പൊ ഇതേപോലുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്ന് പറയുന്നുള്ളൂ. ജനറലായിട്ട് ഞാൻ ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞതാണ്. ഇനി അതുപോലെ തന്നെ കാലിമൂറാണ് അടുത്ത് ഞാൻ പറയുന്നത്. കാലിമൂറില് നേരത്തെ പറഞ്ഞ കൽക്കേറിയ ഫ്ലൂറിന്റെ എപ്പിഡെർമിസിലെ വരുന്ന ഡിഫക്റ്റീവ് ആണ് ഈ കാലിമൂർ. ഇപ്പം നമ്മൾ മീസിൽസിലൊക്കെ ധാരാളം കൊടുക്കുന്നത്, ചിക്കൻ ബോക്സിന്റെ പ്രിവെന്റീവ് ആയിട്ടൊക്കെ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? വൈറ്റിഷ് ഡിസ്ചാർജ് ആണ്. എക്സുഡേഷൻ ഒരു വൈറ്റിഷ് ആയിട്ടുള്ള ഡിസ്ചാർജ് ത്രോൺ ഔട്ട് ത്രൂ ദ എപ്പിഡെർമിസ് ആൻഡ് ബിനീത്ത് ദ എപ്പിഡെർമിസിൽ ഉണ്ടായിട്ട് അതിങ്ങനെ പുറത്തേക്ക് ഒരു ഇതായിട്ട് വരികയും ഫൈബ്രിൻ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അത്തരത്തിലുള്ള ഒരു വെസിക്കിൾക്കാണ് സാധാരണ ഈ സ്മാൾ പോക്സ്, ചിക്കൻ പോക്സിലൊക്കെ ഉണ്ടാകുന്നത് ഇതാണ് വരുന്നത്. അതുപോലെ കംപ്ലൈൻസ് കാലിഫോസിന്റെ പറഞ്ഞാല്
ഈ നെർവ് സെന്റേഴ്സിലാണ് കൂടുതലായിട്ടും പറയുന്നത്. റേസിംഗ് ഫ്രം വാണ്ട് ഓഫ് നെർവ് പവർ, പ്രോസ്ട്രേഷൻ, പിന്നെ ഇന്റൻസ്. ഇപ്പോൾ പിന്നെ ന്യൂറസ്തീനിയ, നെർവ്സിന്റെ സ്ലഗിഷ്നെസ് ആണ് പ്രധാനമായിട്ട് ഈ കാലിപ്പോസിന് വരുന്നത്. നെർവ് സെൽസിലാണ് കൂടുതൽ ആക്ഷൻ. അതുകൊണ്ട് സ്ലഗിഷ്നെസ് വന്നിട്ട് എക്സാസ്റ്റഡ് മെന്റൽ കണ്ടീഷൻസും അതുപോലുള്ള കംപ്ലൈൻസ്, മെന്റലിനും നെർവ്സിന്റെ ന്യൂറസ്തീനിയ പോലുള്ള കംപ്ലൈൻസിലാണ് ഈ കാലിപ്പോസ് കൂടുതലായിട്ടും വരുന്നത്. ഇനി ഒരു യെല്ലോ സ്ലൈമി ഡെപ്പോസിറ്റ് കാലി സൾഫിന്റെ പ്രത്യേകതയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. യെല്ലോനെസ് ഈസ് ഡ്യൂ ടു റിട്രോഗ്രേഡ് മെറ്റാമോർഫോസിസ് ഓഫ് ഫാറ്റി ഡീജനറേഷൻ ഓഫ് ഇൻഫ്ലമേറ്ററി പ്രോഡക്ട്സ് എന്നാണ് ഡിഫീറ്റ് എപ്പിത്തീലിയം. അതായത് ഡിസീസ്ഡ് ആയിട്ടുള്ള എപ്പിത്തീലിയം ഡിസോർഡർ ആയിട്ട് പോവുകയും ആ എപ്പിത്തീലിയസിന്റെ പരിണത ഫലമായി ഉണ്ടാകുന്ന ഒരു യെല്ലോ ഡെപ്പോസിറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. പസ് എല്ലാം നല്ല യെല്ലോ ആയിരിക്കും. അത് ഈ കാലി സൾഫിന്റെ മാത്രം പ്രത്യേകത. ആ സൾഫേറ്റ്സ് കുറച്ചുണ്ട്, ആ സൾഫറിന്റെ പ്രത്യേകതയാണത്. Characteristics products of oxidation tissue, the potassium having serve on the solids. ഈ പൊട്ടാഷ്യത്തിനും ഒരു വലിയ പങ്കുണ്ട്. എന്നാൽ കാലി സൾഫിന്റെ സൾഫേറ്റ് ആണ് കൂടുതലായിട്ട് ഇതിന്റെ യെല്ലോ ഡിസ്കളറേഷൻ അല്ലെങ്കിൽ യെല്ലോ ഡിസ്ചാർജസ് കൂടുതലായിട്ട് കാണിക്കുന്നത് കാലി സൾഫിന്റെയാണ്. ഇനി അടുത്തത് മാക്ഫോസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇതൊരു മസിൽസിലും ഫൈബേഴ്സിലുമാണ് കൂടുതലായിട്ടും. ബ്രെയിനിലും ടീത്ത്, സ്പേം, ഇതിനെല്ലാം ഇതിന് ആക്ഷൻ ഉണ്ട്. ഈ മാക്ഫോസിന് നല്ല ആക്ഷൻ ഉണ്ട്. മാക്ഫോസ് കൂടുതലായിട്ടും ചെയ്യുന്നത് കൺട്രാക്ഷനാണ്. റിലാക്സേഷൻ അയൺ ചെയ്യുമ്പോൾ മാക്ഫോസ് റിലാക്സേഷന് പകരം കൺട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ ആന്റഗോണിസ്റ്റിക് ആയിട്ട് മാക്ഫോസ് കൊടുക്കുമ്പോൾ റിലാക്സ് ചെയ്ത് പെയിൻ കുറയുന്നത്. അതുപോലെ ഇപ്പോൾ ഫങ്ഷണൽ ഡിസ്റ്റർബൻസിന് മസ്കുലർ ഫൈബേഴ്സ് എന്ത് ചെയ്യുന്നു? കൺട്രാക്ട് ചെയ്യുന്നു. കാസസ് ക്രാംസ് ആൻഡ് കൺവൾഷൻസ്. അത് മാക്ഫോസിന്റെ പ്രത്യേകതയാണ്, ക്രാംസ് ആൻഡ് കൺവൾഷൻ. ഇപ്പോ നെർവ് ഫൈബേഴ്സിൽ നമ്മൾ പറഞ്ഞത്, ഇപ്പൊ കാലിപ്പോസ് പറഞ്ഞത് തന്നെ അതിലെ ഫോസ്ഫറസിന്റെ ഫംഗ്ഷനാണ് ഈ നെർവ് ഫൈബേഴ്സിൽ ഫംഗ്ഷൻ വരുന്നത് കൂടുതലും. ഇപ്പൊ ബ്രെയിൻ സെൽസിനെ അറിയാമല്ലോ. നമുക്ക് DNA വരുമ്പോഴും ബ്രെയിൻ സെൽസിനെ സംബന്ധിച്ച് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ് എന്ന് വെച്ചാൽ ഫോസ്ഫറസ് ആണ്. ആ സംസാരത്തിലും അവരുടെ പ്രവർത്തനങ്ങളിലും അവരുടെ വളരെ ആക്യുറേറ്റ് ആയിരിക്കും, പക്ഷെ അവരുടെ ഒറേഷ്യസ്നെസ്സും അവരുടെ ഒരു ധാരാളിത്വം ഒക്കെ ഈ ഫോസ്ഫറസിന്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. പ്രത്യേകിച്ച് വേർഡ്സിലൊക്കെ വളരെ പ്ലെയിനാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ആക്ടിവിറ്റീസ് ഫിസിക്കലല്ല, കുറച്ച് കൂടുതൽ മെന്റലാണ്. അപ്പൊ ആ ഫോസ്ഫറസിന്റെ ആ ഒരു ഇമ്മിനൻസി നമുക്ക് ഈ ഇതിൽ കാണാൻ കഴിയും. ഈ ഫോസ്ഫേറ്റ്സിലും ഇവിടെ കാണാൻ കഴിയും. മാക്ഫോസിലും കാലിഫോസിലും അത് ഈക്വലായിട്ട് നമുക്കത് കാണാൻ കഴിയുന്നതാണ്. ഇത് ബേണിംഗ് പെയിനും ടിഷ്യൂ എക്സെപ്റ്റ് ബേണിംഗ് പെയിനാണ്. മാക്ഫോസിന് ബേണിംഗ് പെയിൻ ഇല്ല, ഡള്ളാണ്. മഗ്നീഷ്യത്തിന്റെ ആ ഒരു സ്വഭാവമാണ്. നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ ചൊറിച്ചിൽ പോലും വരും, അപ്പൊ അകത്തൊരു മരവിപ്പ്, നംബിനെസ് വരും. മഗ്നീഷ്യത്തിന്റെ പ്രത്യേക സ്വഭാവം നംബിനെസ് ആണ്. പിന്നെ ബോറിംഗ്, ലൈറ്റ്നിങ് ലൈക്ക് അക്കമ്പനിയുടെ കോൺസ്ട്രിക്റ്റീവ് ഫീലിംഗ്, വാന്ത് കൊണ്ട് പ്രഷർ കൊണ്ടും ഈ പെയിൻ കുറയും. ഇത് മാക്ഫോസിന്റെ പ്രത്യേകതയാണ്. മാക്ഫോസ് നമ്മളിപ്പോ ചൂടുവെള്ളവുമായിട്ട് ചേർത്ത് കുടിച്ചാൽ ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ നാക്കിൽ ശരിക്കും മാക്ഫോസ് കഴിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം ഇങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കണമെങ്കിൽ ശരിക്കും പെട്ടെന്ന് തലവേദനയൊക്കെ കുറയുന്നതായിട്ട് കാണാം. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ മാഗ്നീഷ്യത്തിന്റെ ആ ഒരു വാന്തിന്റെ സ്വഭാവമാണ്. മഗ്നീഷ്യം എന്ന് പറഞ്ഞ എലമെന്റിന്റെ സ്വഭാവം തന്നെയാണ് ഈ ഫിസിയോളജിക്കോ കെമിക്കൽ ആക്ഷനിലും ബോഡിയിൽ പ്രവർത്തനത്തിലും വരുന്നത് എന്നുള്ളത് എടുത്തു പറയാൻ വേണ്ടിയാണ് ഞാൻ എടുത്തത്. പക്ഷെ ഇത് എങ്ങനെ നാം സെൻജിയന്റ് ആയിട്ടുള്ള പാർട്സ്, നമ്മുടെ അസുഖം വരുമ്പോൾ സെൻജിയന്റ് ആയിട്ടുള്ള പാർട്സിൽ നാം ശരിക്കും പറഞ്ഞാൽ നാക്കിന്റെ ഉപരിതലത്തിൽ വെച്ച് അല്ലെങ്കിൽ വിഴുങ്ങുന്ന നാക്കിനടിയിൽ വെച്ച് നമ്മൾ വിഴുങ്ങുന്ന കുറച്ച് വെള്ളം ഉപയോഗിക്കുന്നു. ഈ എപ്പിത്തീലിയൽ സെൽസ് ഓഫ് ദ ടങ് ആൻഡ് മൗത്ത് ഈസ് ദ ഒൺലി സീറ്റ് ഫോർ ഓൾമോസ്റ്റ് ആൾ ദ ഹോമിയോപ്പത്തിക് മെഡിസിൻസ്. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത്ര മാത്രമേ നാം ചെയ്യുന്നുള്ളൂ. പക്ഷെ ഒന്ന് തിരുമുന്നു, അല്ലെങ്കിൽ അതിനൊന്ന് മൂക്കിൽ ഒന്ന് നസ്യം മൂക്കിലൊന്ന് മണപ്പിക്കുന്നു, അതല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് നാം നാക്കിനടിയിൽ ഒഴിക്കുന്നു. ഇത്രയൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇത് തന്നെ സീറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഏത് ദൂരെ ആയിരുന്നാലും, അത് കിലോമീറ്ററുകളോളം ദൂരെയാണ്. ചെറിയ മൈക്രോ ആയിട്ടുള്ള ട്യൂബിൾസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ബോഡിയുടെ ഓരോ പോർഷൻസിനും കിലോമീറ്ററുകൾ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. കിഡ്നിയുടെ ഒരു ട്യൂബിളിനും നെഫ്രോണിന്റെ മറ്റൊരു ട്യൂബിളും തമ്മിൽ എന്തന്തരം. അതേപോലെ തന്നെ പാൻക്രിയാസിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ സ്പ്ലീനിന്റെയോ ഒക്കെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് എടുത്ത് നോക്കിയാൽ ഓർഗൻസ് തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞു ഓർഗനൽസ് എന്ന് പറയുന്ന പോലെ ഓർഗൻസ് തന്നെ എന്തുമാത്രം വ്യത്യസ്തമായിരിക്കുന്നത്. ഓരോന്ന് ഇവിടുന്ന് വെളിയിൽ നിന്നൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് പിന്നീടൊക്കെ നോക്കി ശരിയാക്കിയതെല്ലാം തെറ്റുപറ്റി എത്ര കാര്യങ്ങളിൽ പെട്ടതുമാണ്. ഹൃദയം ഒന്ന് ഇടതുവശത്ത്, സ്പ്ലീൻ ഇടതുവശത്ത് വേണം, താഴെ വേണം, ലിവർ വലതുവശത്ത് വേണം. ഇങ്ങനെയൊക്കെ ഓർഗൻസിനൊക്കെ ഒരുപാട് ശ്രദ്ധിച്ച് വായിച്ച ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. തമ്പുരാനും ഒരുപാട് മിസ്റ്റേക്സും സൃഷ്ടിയിൽ വന്നിട്ടുണ്ട്.
അതേസമയം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് തന്നെ ഒന്ന് ഗ്രഹം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കാട് കയറി പോകുന്ന വിചാരിക്കുന്നത് ഒരു വാക്ക് വിട്ടുപോയി. എന്തായിരുന്നാലും ഇപ്പൊ അത് പറയുന്നില്ല. ഈ ആന്റി സ്പാസ്മോഡിക് ആൻഡ് ക്യൂറേറ്റീവ് ക്രാംസ് ആൻഡ് സ്പാസംസ് ഓഫ് ഗ്ലോട്ടിസ് ഈ മെഗ്നീഷ്യത്തിന്റെ പ്രത്യേകത. അപ്പൊ ജനറൽ ആയിട്ട് സ്പാസംസും ആണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ പാരാലിസിസ്, അജിറ്റൻസ്, യൂറിനറി പ്രോബ്ലംസ് ഇതെല്ലാം ഈ മെഗ്നീഷ്യത്തിന്റെ പ്രത്യേകതയാണ്. കൂടുതലും പ്രധാനപ്പെട്ട ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ സ്പാസംസ് ആണ്, സ്പാസ്മോഡിക് പെയിൻസ് ആൻഡ് സീറ്റ് ഇൻ ദ നെർവ് ഫൈബ്രേഴ്സ്, ടെർമിനൽ ബൾബ് ഓഫ് ദ നെർവ്സ്. ടെർമിനൽ ബൾബ് ഓഫ് ദ നെർവ്സ് മെഗ്നീഷ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഹീറ്റ് നമ്മൾ ചൂടുവെള്ളം കുടിക്കുന്നത് പറഞ്ഞ് ചെറുതായിട്ട് അവിടെയുള്ള ഒരു സസ്പെൻഷനെ സഹായിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇനി അടുത്തത് നമുക്ക് നാട്രമൂറിനെ പറ്റി പറയാം. അതായത് നാട്രമ്യൂറ് എന്നോട് ഒരു വാട്ടറി ബ്ലോട്ടഡ് അപ്പിയറൻസ് ആണ് ഈ നാട്രമൂറിന്റെ പ്രത്യേകത. എല്ലാം വാട്ടറിയാണ്, ഡിസ്ചാർജസ് എല്ലാം വാട്ടറി. ലാക്രിമസ് ആണ്, അത് കണ്ണുനീര് തന്നെ നല്ല ലൈറ്റ് ചില്ലി ആയിരിക്കും. എലോങ് ദി സ്പൈൻ ആൻഡ് എക്സ്ട്രിമിറ്റീസ് എപ്പോഴും ചില്ലിയാണ്. വാട്ടർ എക്സുഡേഷൻസ്, വാട്ടറി എക്സുഡേഷൻസ് ആൻഡ് സലൈവേഷൻ, സലൈറ്റ് സാൾട്ടിന്റെ പ്രത്യേകത. ഇനി കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ഡയറി ഉണ്ടാകും. കൂടുതലായിട്ട് മോളിക്കുലർ ഡിസ്റ്റർബൻസ് ഇൻ ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ വരികയാണെങ്കിൽ വാട്ടർ കണ്ടമാനമായിട്ട് ചെയ്ത് പോവുകയും അത് കാരണമായിട്ട് ലൂസ് മോഷൻ ഉണ്ടാവുകയും ചെയ്യും. ഇനി ഇത് കുറഞ്ഞു പോവുകയാണെങ്കിൽ വാട്ടറിന്റെ ഇത് പെട്ടെന്നായിട്ട് നോക്കിയിട്ട് എടുക്കാൻ പറ്റാതെ ആയി വാട്ടർ ലാർജ് ഇൻഡസ്ട്രിയിൽ പെട്ടെന്ന് വാങ്ങിപ്പോവുകയും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും. ഇത് ഈ സാൾട്ടിന്റെ പ്രത്യേകതയാണ്, നാട്രമൂറിന്റെ തന്നെ പ്രത്യേകതയാണ്. ക്രേവിംഗ് സാൾട്ട് എന്ന് പറയുന്നത് സപ്ലൈങ് എത്ര കൊടുത്താലും നമുക്ക് ഈ സാൾട്ട് ഒരിക്കലും പുതയില്ല. വീണ്ടും വീണ്ടും സാൾട്ട് തന്നെ ചോദിച്ചു വാങ്ങിച്ചത്. എന്താ കാര്യം? ഈ സാൾട്ട് ശരിക്കും പറഞ്ഞാൽ അബ്സർവേഷൻ അസിമിലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പം ബോഡിയുടെ പാർട്ടിലേക്ക് എന്തുകൊണ്ട് ഇത്രയും വലിയ സാൾട്ട് ബോഡിയിൽ 324 230 അതെ നല്ല ഏറ്റവും കൂടുതൽ ബ്ലഡിലുള്ള ഒരു കോൺസ്റ്റന്റ് ബ്ലഡ് സാൾട്ട് എന്ന് പറയുന്നത് തന്നെ. പക്ഷെ ഈ ബ്ലഡില് ഒരു സത്യം പറഞ്ഞാല് ഈ ബ്ലഡിലെ ഓരോ സാൾട്ടും ഈ പറഞ്ഞ ഒരു ഡിഗ്രി സാൾട്ടും അതിൻ്റെതായ രീതിയിലല്ല ഉള്ളത്. നാട്രം പ്യൂറായിട്ട് ഒരിക്കലും കാണില്ല. സോഡിയത്തിന്റെ അയോൺസും ക്ലോറിന്റെ അയോൺസും ആയിട്ട് മാത്രമാണ് കാണുന്നത്. അതുപോലെ തന്നെ നാട്രം ഫോസ്ഫറസ് സോഡിയത്തിന്റെ അയോൺസും ഫോസ്ഫേറ്റിന്റെ അയോൺ റാഡിക്കലുമായിട്ട് മാത്രമാണ് കാണുന്നത്. ഇപ്പോൾ അല്ലാതെ സോഡിയം നാട്രം ഫോസ്ഫറസ് ഒരിടത്തും കാണുന്നത്. ടിഷ്യൂസിലും ഇപ്പൊ സീറോ എടുത്തിരുന്നാലും ബ്ലഡിന്റെ പോർഷനിൽ എടുത്തിരുന്നാലും എല്ലായിടത്തും ഒന്നിച്ച് തന്നെ കാണും. പക്ഷെ അവയുടെ അയോൺസിന്റെ ബന്ധമാണ്. അപ്പോൾ നാം ആലോചിക്കണം, നമ്മളിപ്പോൾ ആലോചിക്കണം കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് എന്താണ്. നാം ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാട് കയറി ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ മെഡിസിൻസ് എങ്ങനെ ഇത്രയും വെച്ചിട്ട് ഈ ആറ്റോമിക് ലെവലിലൊക്കെ ഉള്ള ആറ്റോമിക് ലെവൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ബോർ മോഡല്, ബോസോൺ മോഡല്, ക്വാണ്ടം മെക്കാനിക്സ്, പിന്നെ അനേകം തിയറികളിൽ ഇപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം തികച്ചൊന്നും പറയുന്നില്ല, അവർ ഓരോരുത്തരും സാറ്റിസ്ഫൈഡ് ആണ് ചില കാര്യങ്ങൾ. അപ്പൊ ആ സാറ്റിസ്ഫാക്ഷൻ വരുന്ന ആ ലെവൽ ഏതാണെന്ന് ചോദിച്ചാൽ ഹോമിയോപ്പതി പോലുള്ള മെഡിസിൻസിന്റെ ആക്ഷൻ ആ ലെവലിൽ പഠിച്ചാൽ ചിന്തിച്ചാൽ എന്ത് എളുപ്പമായിരിക്കും മെഡിസിൻ സയൻസ്. അത് കാരണം അതാണ് പറയുന്നത്. ഈ ഹോമിയോപ്പതിയെ കുറിച്ച് നാം ഏതെങ്കിലും ഒരു അലോപ്പതി ഡോക്ടറെ അടുത്ത് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് കാണാൻ കഴിയും. അത് അദ്ദേഹത്തിന് കഴിയാത്തത് കാരണം ആ കഴിവില്ലായ്മ വളർത്തിയാണ് അവർ അലോപ്പതി ഡോക്ടറായി വരുന്നത്. അല്ലാതെ അവർക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അവരുടെ തെറാപ്യൂട്ടിക്സും അവരുടെ ഡയഗ്നോസ്റ്റിക് സ്റ്റൈലും ഒക്കെ അങ്ങനെയാണ്. ഞാൻ അലോപ്പതി ഡോക്ടർ ആയിരുന്നെങ്കിൽ ഞാൻ പറയാം എനിക്കും ഇത് കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ അലോപ്പതി ഡോക്ടറെ കുറിച്ച് ഞാൻ പറയാണ് അവരുടെ ഇത്രയും ഒക്കെ മെഡിസിൻസ് ഇതെങ്ങനെ ഇപ്പോ ഈ നിക്കാർഡിയ അല്ലെങ്കിൽ ഈ ബ്ലോക്കാണ്, കാൽസ്യം ബ്ലോക്ക് വഴിയൊക്കെയാണ് ഹാർട്ടിനെ മാത്രം എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതേപോലുള്ള കാര്യങ്ങൾ ഒരു ഹോമിയോ ഡോക്ടർ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് കാണാൻ പറ്റുന്നത്? അദ്ദേഹം ഒന്നും കണ്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാണായ്മയുടെ ഒരു ഭാഗം കണ്ടെന്നാനം കണ്ടവരാണ് അവർ. നാം കാണുന്നതിന്റെ പല ഭാഗം ആരോടമായിട്ട് കണ്ടുകൊണ്ട് ഇങ്ങേറ്റത്തിരിക്കുകയാണ് നാം ഇപ്പോഴും. ഈ ഹോമിയോ സയൻസ് എന്ന് പറയുന്ന എല്ലാ സയൻസുകളുടെയും കൂടുതൽ ആയിട്ട് കണ്ടമാനമായിട്ട് നാം ഇങ്ങനെ വായിക്കുകയും ചെയ്യുകയും ചെയ്ത് മനനം ചെയ്യുന്ന പറയും പോലെ കണ്ടമാനം ഇങ്ങനെ എടുത്തു വായിച്ച് കൂടുതൽ ചേർത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. അതിന്റെ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ നാം തെറാപ്പറ്റിക് സയൻസ് മാത്രം വായിച്ച് ആ തെറാപ്പറ്റിക് സയൻസിന്റെ സിംറ്റമറ്റോളജി മാത്രം വായിച്ച് ഓരോന്നും പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു കോഴ്സിൽ ഒരു ഡിസീസ് എങ്ങനെ ക്യൂർ ചെയ്യാന്നുള്ള മാത്രം പഠിച്ച് പ്രാക്ടിക്കലായിട്ട് ചെയ്തുകൊണ്ട് ജീവിച്ചാൽ അങ്ങനെ ജീവിച്ചവർ ഒരുപാട് പേര് ഇന്നും പ്രാക്ടീസ് ചെയ്യുന്നത് ധാരാളമായിട്ട്. അവർക്ക് പരാതിയില്ല, ഒന്നുമില്ല. അവരിൽ നിന്ന് വല്ലതും ഇങ്ങോട്ട് കിട്ടിയാൽ ആ വല്ല ടിപ്പും കിട്ടിയാൽ ഇപ്പോഴും വെച്ച് പിടിക്കാന്ന് പറഞ്ഞ് കാത്തു. എന്താണ് ഇത്? പ്രാക്ടിക്കൽ സയൻസ് ആണ്, മാത്രമാണ്. ഐസക് സാർ എപ്പോഴും പറഞ്ഞു ഇറ്റ് ഈസ് എ പ്രാക്ടിക്കൽ സയൻസ് ആണ്. ഇതൊരു തിയററ്റിക്കൽ സയൻസ് എഴുതി ഫിലോസഫിക്കലായിട്ട് എഴുതി പോകുന്നതിനുള്ളൂ. എന്നാൽ ഫിലോസഫിക്കലായിട്ട് പോകുന്നവർക്ക് ധാരാളമായിട്ട് പോകാം, ഇഷ്ടംപോലെ പോകാം, ഇഷ്ടംപോലെ പറക്കാം, ധാരാളം ചിറകുകളുണ്ട്. അപ്പോൾ ഈ ക്രൈവിംഗ് സാൾട്ട് എന്ന് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും കാട് കയറിയത്. കാരണം എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാൾട്ടിനെ തന്നെ ക്രേവ് ചെയ്യുന്നു. അതാണ് ഇതിനകത്ത് 2 3 അല്ല 3 4 വേർഡിൽ നമ്മുടെ തലം
നമ്മുടെ ഗ്രാഹ്യതലം ബോഡിയുടെ അഡാപ്റ്റേഷനിൽ വർഷങ്ങൾ കൊണ്ട് നിരന്തരമായിട്ട് വന്നതിൽ ഉള്ള ഒന്നാണ്. നാം ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ജീവൻ എന്ന് പറയുന്നത് മെമ്മറി, വൈറ്റൽ ഫോഴ്സ്, നമ്മുടെ ഈ കെന്റ് പറഞ്ഞതുപോലെ വില്ലൻ അണ്ടർസ്റ്റാൻഡിംഗ് കോൺസ്റ്റിറ്റ്യൂട്ട് മാൻ. ഒറ്റ വരയില്ലേ, വെറും എന്ത് സിമ്പിളായിട്ട് നാം പറഞ്ഞു കഴിയുന്നു, വിൽ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അണ്ടർസ്റ്റാൻഡിങ്ങിന് എത്ര വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും. വില്ലെന്ന് പറയുന്ന ഒന്നെന്നും പറഞ്ഞാണ് നാം ഇരിക്കുന്നത്. കഴിഞ്ഞ ജന്മജന്മാന്തരങ്ങളിലൂടെ നാം നേടിയിരിക്കുന്ന വില്ല്, ആ വിൽ എന്ന് പറയുന്ന വെറും വിൽ പവർ എന്ന് പറയുന്ന ഒരു വാക്കിലോട്ട് ചേർത്ത് അങ്ങ് നമ്മൾ തള്ളും. അതല്ല വില്ല്. വില്ല് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് മലയാളത്തിന് മനോജിനെ പോലുള്ളവർക്കൊക്കെ കൂടുതലായിട്ട് വായിച്ചൊക്കെ അറിയാൻ കഴിയും. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ക്ലാസ് എടുത്ത് ആ വില്ലിനെ കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം മനോജ് പക്ഷേ. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് സബ്മറൈനായിട്ട് കിടക്കുകയാണ്. ഐസ്ബർഗ് ധാരാളമായിട്ട് കിടക്കുന്ന പാടാണ്. കോൺസ്റ്റിറ്റ്യൂട്ട് ദ മാനാണ്, ദ മാൻ. ആ ദ വേർഡിനെ നമുക്ക് കൂടുതൽ പഠിപ്പോൾ എക്സാമിനേഷനൊക്കെ ചോദിക്കുമ്പോൾ വാട്ട് ഈസ് ദ സിക്ക് എന്നൊക്കെ പറഞ്ഞില്ലേ, ദ മൂൺ. ഇന്നൊരു നാളെ ഒരു ദ മൂൺ വരെയാണ്. ആ മൂൺ ഒരു വൂൾഫ് മൂൺ നാളെയാണ്. ഇന്നും കുറച്ചുണ്ട്, നല്ല വലിയ മൂണാണ് ഈ വർഷത്തെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ദാ ചേർത്ത് പറയുന്നതിന്റെ ആ ഒരു ഇത് അറിയാന്നുള്ളവർക്ക് അറിയാമല്ലോ. ഇംഗ്ലീഷൊക്കെ ഒരുപാട് വായിക്കുന്നവർക്ക്. അതുപോലെ എന്ന് പറയുന്നത് അതിനെ എന്ത് സിംപ്ലിസിറ്റിയാണുള്ളത്. ഇനി അടുത്ത നാട്ടമൂർ കഴിഞ്ഞു. എനിക്ക് കൂടുതൽ ടൈമില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ വേറെ പറയാമെന്ന് വിചാരിച്ചാൽ വെറുതെ പറഞ്ഞു പോവുകയാണ്. എനിക്ക് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, പറഞ്ഞാലും ഈ വിഷയത്തിനോട്ട് ഇതുവരെ വന്നില്ല. ഇനി നാട്ടമൂർ എൻ്റെ തന്നെ മറ്റൊരു ഇത് പറയുന്നത്, ഇത് മാർക്ഡ് ഡിസ്റ്റർബൻസ് ഓഫ് ഫങ്ഷൻ ഓഫ് ദി സാൾട്ട് ബ്ലഡ് സീറം മേ ട്രാൻസ്യൂഡേറ്റ് ഇൻ ടു ദ സ്റ്റൊമക് ആൻഡ് വൊമിറ്റിംഗ് ആൻഡ് വാട്ടർ ബ്രാഷ്. ഞാൻ പറഞ്ഞു, സ്റ്റൊമക്കിലേക്ക് വാട്ടർ ബ്രാഷ് വന്നിട്ട് വൊമിറ്റിങ്ങും ഡയറിയ, ലൂസ് മോഷൻ ഉണ്ടാവും. സെക്രീഷൻ ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ആണ്. അതിനും ഒരു പ്രത്യേകത ഉണ്ട്. ഈ സാൾട്ട് വായിക്കുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഈ ഫിസിയോളജിക്കലായിട്ട് ധാരാളമായിട്ട് വായിച്ചിട്ടുള്ള ഒരു എലിമെന്റ് ആണ് നാട്രമോർ. ഇന്നും നമ്മുടെ ഇതിന് ധാരാളമായിട്ട് പ്രിസ്ക്രിപ്ഷൻ, ഒരുപാട് സിംറ്റമറ്റോളജി ഉള്ളതാണ്. നമ്മൾ മിക്കവാറും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിനാണ്. അപ്പൊ ആ നാട്രമോറിന്റെ, എന്നാൽ എത്ര സിമ്പിളായിട്ട് എന്നും എത്ര ഗ്രാം സാൾട്ടാണ് ഇപ്പോൾ ഉപയോഗിച്ചു പോകുന്നത്. നാം എത്ര സാൾട്ടാണ് ഉപയോഗിക്കുന്നത്. അയഡൈസ്ഡ് സാൾട്ട് തന്നെ ഒരു വളരെ അപകടകരമായിട്ടുള്ള ഒന്നായിട്ടാണ് എനിക്ക് ഇത് വന്ന സമയത്തേ തോന്നി. കാരണം ഞാൻ ഈ രണ്ട് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്നാണ് പാട്, പിന്നെ ഈ രണ്ടോ അതിനേക്കാളും പാടാണ്. അപ്പൊ ഈ രണ്ട് തന്നെ ഒരേ സമയത്ത് ഇതിനകത്തോട്ട് ഒന്നിച്ചു വിടുക എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാനേ പറ്റുന്നില്ല. ഇതിൽ കിടന്ന് വട്ടം തിരിയുന്ന അനേക തരത്തിലുള്ള വൈതരണികൾ പെട്ട് കിടക്കുകയാണ്. അത്രയും സിംപ്ലിസിറ്റി ആയിട്ട് കൊടുത്താൽ ഇതിന് ഒരുപാട് അത്രമാത്രം ബ്രെയിനിന് പാടാണ്. അപ്പൊ നാം സ്ലിപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ്. ആർക്കും സ്ലീപ്പില്ല ഇന്നത്തെ കാലത്ത്, കാരണം ഫുഡ് തന്നെയാണ്. കാരണം ഈ സാധനങ്ങൾ ഉള്ളിലോട്ട് ചെയ്യുന്ന സ്റ്റൊമക്ക് ഇസ് ദ സെക്കൻഡ് ബ്രെയിനാണ്. ഇതിന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒരു കാര്യത്തെക്കുറിച്ചും ഒരു വ്യതിരിക്തതയില്ല. യാതൊരു ഇങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരുപാട് കുത്തുകൾ ഒന്നിച്ച് കെട്ടിക്കൊടുക്കുന്ന, മുഴുവൻ ഡിഫറൻഷിയേറ്റ് ചെയ്തെന്ന് അറിഞ്ഞിട്ട് ഇതിനെ ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റുകയില്ല. എന്നാൽ അത്രമാത്രം ജോലിയുമുണ്ട്. ഇങ്ങനെ കണ്ടമാനമായിരുന്നാൽ പോലും നേരത്തെ പറഞ്ഞ പോലെ 1 to 9 വെച്ചിട്ട് ഒരു കമ്പ്യൂട്ടർ വേൾഡ് മൊത്തം കറങ്ങും, ഒരു പ്രോബ്ലം ഇല്ല. എത്ര ഡീകോഡ് ചെയ്ത് എത്ര കോഡ് ചെയ്ത് തരുന്നാലും പിന്നെയും അതിങ്ങനെ ഓട്ടോമാറ്റിക് വാച്ചിന്റെ ഡയൽ കറങ്ങുന്ന പോലെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ജീവിക്കുന്ന ഹാർട്ടിന് അത് മതി. അല്പം മതിയായി ജീവിക്കുന്ന ഒരു ഓർഗനാണ് ഹാർട്ട്. വളരെ കുറച്ച് മതി, അല്പം ഓക്സിജൻ, അല്പം ബ്ലഡ്. ഇത്രയും വലിയ ബ്ലഡ് 70 ml വെച്ച് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലഡ് ഓരോ മിനിറ്റിലും ഓരോ ബീറ്റിലും ഹാർട്ടിന് വേണ്ടത് എത്രയാണ്? 7 ml 8 ml. കുറച്ച് കൊറോണ പീസ് നന്നായിരുന്നാൽ മതി. അപ്പൊ അത് നമ്മൾ അറിയണം. ഇത്തരത്തിലുള്ള മിനിമം പദ്ധതികൾ എപ്പോഴും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഹോമിയോപ്പതിക്കാർ. എന്നാലും അത് മതി, അല്ലെങ്കിൽ നമ്മൾ അവിടെ തുടങ്ങിയിട്ട് വീണ്ടും വലുതിലേക്ക്, എല്ലാ ചെറുതിലേക്ക് തന്നെ നാം പോകണം. എങ്കിലും മാത്രമേ നമ്മുടെ ഈ മൈന്യൂട്ട്നെസ്സിനെ കുറിച്ച് നമുക്കൊരു ബോധം വരുള്ളൂ. ഇനി നാട്രംഫോസിനെ കുറിച്ച് പറയാം. നാട്രംഫോസ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഡയബറ്റീസ് ഉള്ള ആ പേഷ്യൻസിനെ നമുക്ക് ഒന്ന് പ്രത്യേകമായി നോക്കണം. അവർ എങ്ങനെ ആദ്യം ഇപ്പോൾ അവരോട് ചോദിക്കണം, അവർ എപ്പോഴെങ്കിലും സ്കിംഡ് മിൽക്ക് ഉപയോഗിച്ചിരുന്നോ, അല്ലെങ്കിൽ മിൽക്ക് എങ്ങനെയാണ്, കുട്ടിക്കാലങ്ങളിൽ പാല് ഉണ്ടായിരുന്നോ, അമ്മയുടെ പാല് കുടിച്ചാണോ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പ്രധാനമായിട്ട് ചോദിച്ചതിന് ശേഷം അവർക്ക് നാട്രംഫോസ് വളരെ ഇൻഡിക്കേറ്റീവ് ആയിരിക്കും. കാരണം ലാക്ടോസ് മെറ്റബോളിസമായിട്ട് ഏറ്റവും അടുത്ത ഒരു ഡയറക്റ്റ് സാൾട്ടാണ് നാട്രംഫോസ്. ആ ലാക്ടോസ് ഫെർമെന്റേഷൻ, ലാക്ടോസിന് ബോഡിയിൽ ഉണ്ടാകുന്ന ഇതും എന്ന് പറഞ്ഞാൽ മസിൽസ്, ഗ്ലൈക്കോജൻ എല്ലാം ശരിക്കും പ്രോട്ടീൻസ് നമുക്ക് വർക്കെല്ലാം ചെയ്യുന്ന എല്ലാ സമയവും ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റാണ് ലാക്ടോസ്. ആ ഒരു വർക്കിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു വസ്തുവാണ് ഈ ലാക്ടോസ്. അതിന്റെ ഡീജനറേഷനും മെറ്റബോളിസത്തിലാണ് ഈ നാട്രംഫോസ്, സോഡിയം ഫോസ്ഫേറ്റിന്റെ ഫംഗ്ഷൻ കിടക്കുന്നത്. അപ്പൊ അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ല സാൾട്ടാണ്. അതുകൊണ്ട് നാട്രംഫോസ് ഒരിക്കലും ഗൗട്ട്, റൊമാറ്റിക് കംപ്ലൈൻസ് ഇതുപോലുള്ളതിന് ഒഴിവാക്കാനേ പറ്റില്ല.
ഒരു റൊമാറ്റിക് കംപ്ലൈന്റ് വരുന്ന പേഷ്യൻസിന് സാധാരണ റെസ്പിറേറ്ററി അക്യൂട്ട് ഡിസീസ് പെട്ടെന്ന് വരുന്ന ഒരു രോഗത്തിനും നമ്മൾ എപ്പോഴും നാട്രം പ്ലസ് ഫ്രീ ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കാരണം അത് എപ്പോഴും വേണ്ട ഒരു അയോണാണ്. കാറ്റലിസ്റ്റിക് ആക്ഷൻ കൂടുതലായിട്ടുള്ളതാണ് നാട്രം പ്ലസ്. ഈ ഡെഫിഷ്യൻസി കെമിക്കൽ ചേഞ്ചസ് ലാക്ടിക് ആസിഡ് പോർഷൻസ് റിമെയിൻ ചെയ്യുകയും റൊമാറ്റിസവും ഡിസ്പെക്സിയും ഇൻറ്റെസ്റ്റിനൽ ട്രബ്സും അതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യും. മോളിക്കുലർ ഡോസസ് ഇത് മൈന്യൂട്ടായിട്ടുള്ള ഈ മോളിക്കുലർ ഡോസസിനെ കറക്റ്റ് ചെയ്യുകയും ചെയ്യും. അതാണല്ലോ ഇതിന്റെ പ്രത്യേകത. യൂറിക് ആസിഡ് കമ്പൈൻഡ് വിത്ത് സോഡ ആൻഡ് യൂറേറ്റ് ഓഫ് സോഡ ഫോം ചെയ്യും ഇതിന്റെ ഡെഫിഷ്യൻസിയിൽ. അങ്ങനെയാണ് നമുക്ക് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് വരികയും പൊട്ടാഗ്ര ഞാൻ പറഞ്ഞു ഈ തള്ള വിരലിൽ വരുന്ന ഒരു വേദന അതുപോലുള്ള ഡിസീസ് ആദ്യം വരുന്നതാണ്. ആദ്യം തള്ളവിരലിന്റെ ഭാഗത്തൊക്കെയാണ് വേദന വരുന്നത്. നേരെ നമ്മൾ അറിയില്ല. അത് കഴിഞ്ഞ് ചെറിയ പെയിൻസ് എല്ലാം വരും. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് മുട്ട് പോലുള്ള ഇതൊക്കെ വരുന്നത്. ഇപ്പം മുട്ടിനൊക്കെ കൂടുതലായിട്ട് വേദന തുടങ്ങിയാൽ ഒരാൾ കംപ്ലീറ്റ് ആയിട്ടും ഇമ്മൊബിലൈസ് ആയിപ്പോകും. അപ്പോഴേക്കും ബാക്കിയുള്ള ഓർഗൻസും ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസിൽ ഡെഫിഷ്യൻസി ബ്ലഡ് സർക്കുലേഷൻ ഫുഡ് മെറ്റീരിയൽസ് എത്തുന്നില്ല. കുറേശ്ശെ ശോഷിക്കുന്നു. ബ്രെയിൻ പോയി കഴിഞ്ഞാൽ ഉറക്കം തന്നെ. ഏജ് ഓവറാകുന്നു. നാം ഒരാൾ കംപ്ലീറ്റ് ആയിട്ട് തീരും. എത്ര നിസ്സാരപ്പെട്ട കാര്യമാണ് ഒരു ചെറിയ ഡിസീസിൽ നിന്ന് ഒരു വലിയ പേഴ്സന്റെ ഒരു വലിയ ടൈം തന്നെ നഷ്ടപ്പെടുന്നത്. അപ്പൊ നാം എല്ലാ ദിവസവും ഓടണമെന്ന് പറയുന്ന ഡോക്ടേഴ്സ് ഉണ്ടല്ലോ. ഞാൻ പറയുന്ന ഒരിക്കലും ഹൈവെയർ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യണം. കുറച്ച് ഓടണമെന്ന് പറയുന്ന ഒന്നും ചെയ്യണ്ട. പക്ഷെ മിതമായിട്ടുള്ള ജോയിൻസ്. ഇപ്പൊ ഹാൻഡിന് വേണ്ടത് ഹാൻഡ് ഇങ്ങനെ മടക്കുക എന്നുള്ളതാണ്. വേറെ ഒന്നും വേണ്ട. ഇതാണ് നമുക്ക് എന്നും വേണ്ടത്. എന്ന് ഇത് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും ഇത് ചെയ്യണം. കുറച്ച് എന്നേ ഉള്ളൂ. ഇതുപോലും ചെയ്യാത്ത അനേകം പേരുണ്ട്. ഇനി കൈ ഷോൾഡറിന്റെ പെയിൻ ഷോൾഡർ ഇങ്ങനെ ഉയർത്തുക താഴ്ത്തുക എന്നുള്ളതാണ് നാം എന്നും ചെയ്യേണ്ടത്. തലയുടെ ഇങ്ങനെ ചെയ്യുക. മൂവ്മെന്റ്സ് ഏതാണോ ആദ്യം മൂവ്മെന്റ്സ് ഫസ്റ്റ്. എക്സർസൈസ് എന്ന് പറയുന്നത് യോഗ എന്ന് പറയുന്നതും ധ്യാനം എന്നൊക്കെ പറയുന്നതെല്ലാം തന്നെ മൂവ്മെന്റ്സ് ഫസ്റ്റ്. എല്ലാ ജോയിൻസും എല്ലാം തന്നെ മൂവ്മെന്റ്സ് പ്രധാനമായിട്ടുണ്ട്. പിന്നെ പറയുന്നത് പറഞ്ഞാൽ ഓർഗൻസിന് എന്താണോ വേണ്ടത് അത് കിട്ടാനുള്ള വഴി ചെയ്യുക. അപ്പം ലിവറിന് എല്ലാ മെറ്റീരിയൽ പ്രോഡക്ട്സും മെറ്റബോളിക് പ്രോഡക്ട്സും നാം കഴിക്കുന്ന എല്ലാം ലിവറിലാണ് എത്തുന്നത്. അതുകൊണ്ട് അതിനോട്ട് ചെല്ലുന്നത് ശ്രദ്ധിച്ച് മാത്രം കൊടുക്കുക. വിഷാംശങ്ങൾ കുറച്ച് കഴിക്കാൻ ശ്രമിക്കുക. ഡീടോക്സിഫൈ ചെയ്യാനുള്ള കഴിവിന്റെ പരിധിയിൽ മാത്രം നാം വിഷാംശങ്ങൾ കഴിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറ്റൂ. അതിനുവേണ്ടി നാം ശ്രദ്ധിക്കുക. കൂടുതൽ ഡീടോക്സിഫിക്കേഷന് ഹെൽപ്പിനെ ചെയ്യുന്ന പച്ചക്കറികളും കെമിക്കൽസ് കടന്നിട്ടുള്ള ചെറിയ എലിമെന്റ്സും നാം ഇതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക. ഫുഡ് ശരിയാക്കുക. പിന്നെ ക്ലൻസിങ് ക്ലിയർ ആയിട്ട് വരുമ്പോൾ ക്ലിയറായി. ഹാർട്ടിന് ഓക്സിജനാണ് ലങ്സിനും ഓക്സിജനാണ് ഹാർട്ടിന്. ഹാർട്ടിന് ലങ്സിന് ബ്ലഡാണ് വേണ്ടത്. ലിവറിന് ഈ മെറ്റബോളിക്സ് ആയിട്ടുള്ള ബ്ലഡാണ് വേണ്ടത്. അപ്പൊ അതിനൊക്കെ ഓരോരോ ഓർഗനിനും എന്താണ് വേണ്ടത് അത് എല്ലാ സമയവും കിട്ടിക്കൊണ്ടിരിക്കണം. കിഡ്നിക്ക് ക്ലൻസിങ് ആണ്. കിഡ്നിയാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന ഓർഗൻ. വൃത്തികെട്ട വസ്തുക്കളെല്ലാം ഉള്ളിലേക്ക് പോയി അത് മുഴുവനും ബ്ലഡിൽ നിന്ന് പ്യൂരിഫൈഡ് പോകണം. ഇനി ബ്രെയിൻ സെൽസിനെ കുറിച്ച് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നമുക്കൊരു ഒരു ബാരിയർ ഉണ്ട്, ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ എൻഡോത്തീലിയൽ സെൽസിൽ തന്നെ വല്ല അഡ്ജസ്റ്റ്മെന്റ് ആണ് ബ്രെയിൻ. അപ്പൊ നാം കഴിക്കുന്ന ഫുഡ് മെറ്റീരിയൽസ് ഹോമിയോ മെഡിസിൻസ് ആണെങ്കിലും നാം പലപ്പോഴും ചിന്തിക്കേണ്ടതാണ്. നാം പറയുന്നു നാക്കിൽ വെക്കുന്നു, നാക്കിനിടയിൽ ഒരു ഡ്രോപ്പ് വെക്കുന്നു, അത് ഈ ബോഡിയെ മൊത്തം എഫക്ട് ചെയ്യുന്നു. അത് ബ്രെയിൻ സെൽസിന്റെ ആക്ഷനിൽ വരെ ആക്ഷനുണ്ട്. ആദ്യം അത് സെൻസ് ചെയ്യുന്നത് ഒരു പക്ഷേ ബ്രെയിനിലായിരിക്കില്ലേ. നാം എടുക്കുന്ന ഈ ചെറിയ ഓർഗൻസിന് എല്ലാവരും നമ്മുടെ ബ്രെയിനിന്റെ പാർഷനിൽ അത് സബ്മർജ് ആയിട്ട് ശരിക്കും അതൊരു അണ്ടർസ്റ്റാൻഡിംഗ് എങ്ങനെ എത്തുന്നുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ മെന്റൽ സെന്റൻസിനൊക്കെ നമുക്ക് പെട്ടെന്ന് പ്രോവിൻസിൽ റെക്കോർഡിക്കലായിട്ട് നമുക്ക് വെച്ചിരിക്കുന്നില്ലേ. അതെങ്ങനെ വരുന്നത്? അപ്പൊ ഈ ബ്രെയിൻ ബാരിയർ കടന്നു പോകുന്നില്ല. ഈ രണ്ട് കാര്യം നാം എപ്പോഴും ചിന്തിക്കണം. ഹോമിയോപതി ചില എലിമെന്റ്സ് ബ്രെയിൻ ബാരിയർ കടന്നു പോകും, ചില എലിമെന്റ്സ് കടത്തിവിടില്ല. മിക്കവാറും ഒന്നും തന്നെ കടത്തിവിടില്ല. ഗ്ലൂക്കോസ് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഫോസ്ഫറസ് പോലുള്ള കുറച്ച് ഗ്ലൂക്കോസ് മാത്രമേ ബ്രെയിനിന് വേണ്ടിയുള്ളൂ. എന്റെ ആർട്ടറീസ് ആണെന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അവയ്ക്ക് ആ എൻഡാട്രീസിന്റെ പ്രാധാന്യം പറഞ്ഞാൽ അത് തന്നെ ഈ പരിണാമത്തിന് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ രൂപീകൃതമായ സമയത്ത് തന്നെ ഈ സാൾട്ട് ഞാൻ ഈ പറയാൻ കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അധിഷ്ഠിതമായിട്ട് ശ്രദ്ധിച്ച് വായിച്ചാൽ സാൾട്ട്സ് ആണ് എന്ന് എനിക്ക് മനസ്സിലാകും. ഞാൻ അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്. അപ്പൊ ഈ ലെവലിലെ ഈ അനിമൽസിന്റെ എല്ലാ പരിണതിയും അനിമൽസിന്റെ എല്ലാ ഇതിന്റെയും അനിമൽസിന്റെ എല്ലാം തന്നെയും ഡിസ്ചാർജസും സോൾട്ട്സും ഇവിടെ സൊല്യൂഷൻസും എല്ലാം ഒന്ന് വാച്ച് ചെയ്ത് ഈ സാൾട്ട്സിന്റെ ലെവല് അതിന്റെ എന്താണ് ഒന്ന് സ്റ്റഡി ചെയ്യുന്നത് വളരെ വലിയൊരു കാര്യമായിരിക്കും. വരുന്ന കാലങ്ങളിൽ പ്ലാന്റ്സിനെ വളരെ ഈസിയാണ് സ്റ്റഡി ചെയ്യാനായിട്ട്. അത്തരത്തിലുള്ള സ്റ്റഡി വളരെ നല്ലതായിരിക്കും. ഇനി നാട്രം സൾഫിലേക്ക് പോകാം. ഈ നാട്രം സൾഫ് എപ്പോഴും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്കുലർ മോഷൻ ഓഫ് ദി സാൾട്ട് പ്രിവെന്റ്സ് ദ ഡയമെൻഷൻ ഓഫ് സച്ച് വാട്ടർ ഫ്രം ടിഷ്യൂസ്. അതായത് ബോഡിയിൽ നാട്രം 100 സെൽസിന്റെ ഡിവിഷനെ സഹായിക്കുന്നുണ്ട്.
പക്ഷെ നാട്രം സൾഫ് അങ്ങനെയല്ല. അതിലുള്ള വെള്ളത്തിന്റെ ആ വാട്ടറിന്റെ പോർഷൻസിനെ എപ്പോഴും എവല്യൂഷൻ വഴി ഇത് പുറത്ത് തള്ളുന്നതിന്, കൂടുതലായിട്ട് തങ്ങി നിൽക്കാതിരിക്കുന്നതിന് ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ നാട്രം സൾഫ്. ഈ ഡാംപ് ബേസ്മെന്റ്സ് നമ്മൾ ഇപ്പോൾ ഇതൊക്കെ ഫീവർ ഇതേപോലുള്ളവരൊക്കെ പറയുന്ന തണുത്ത കാലാവസ്ഥ, അതിനെല്ലാം സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഈ നാട്രം സൾഫാണ്. നാട്രം സൾഫിന്റെ പ്രത്യേകത അതാണ് നാട്രം സൾഫിന്റെ ഒരു ആക്ഷൻ. ഈ സൈലീഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സൈലീഷ്യ പറയാൻ, ഞാൻ പറഞ്ഞു ഡിസ്റ്റർബൻസ് സൈലീഷ്യ മോളിക്യൂൾസ് ടെർജിസെൻസ്, അതായത് ഒരു അയവ് ഈ സെൽസിന്റെ കണക്റ്റീവ് ടിഷ്യൂയിലും വരുന്ന പ്രോബ്ലംസ് ആണ് അത് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ എസ്പെഷ്യലി എംബ്രിയോണിക് ആയിരിക്കുമ്പോൾ പോലും ഈ കണക്റ്റീവ് ടിഷ്യൂവിനെ കൂടുതലായിട്ട് ബാധിക്കുന്ന ഒരു സാൾട്ടാണ്. അതിന്റെ ഡിസ്ചാർജസ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ് സൈലീഷ്യ. അടുത്തത് ഫെറംബോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോ ഈ ഞാൻ നേരത്തെ പറഞ്ഞു റിലാക്സേഷൻ ഓഫ് ദ പാർട്ടാണ് ഈ അയൺ ചെയ്യുന്നത്. അതുപോലെ ബ്ലഡിൽ കിട്ടുന്ന ഹീമോഗ്ലോബിന്റെ പോർഷനിൽ അയൺ വരുന്നുണ്ട്. അതുപോലെ ഈ ഓക്സിജൻ അട്രാക്ട് ചെയ്യുന്നതിന് പ്രധാനമായിട്ട് ഈ ഫെറംബോസ് സഹായിക്കുന്നു. പിന്നെ ടെമ്പറേച്ചർ മാനേജ് ചെയ്യുന്നതിന് വളരെ കൂടുതൽ സഹായിക്കുന്നതിന് കാരണം ഈ അയണാണ്. ശരിക്കും പറഞ്ഞ ഫെറംബോസിന്റെ അയണിന്റെ ആക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫീവർ കേസിൽ ഇതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അനീമിയ, ക്ലോറോസിസ് പോലുള്ളവരെല്ലാം നമുക്ക് ബാധിക്കുന്നു. ഈ സ്പൈസിസ് അഥവാ ട്യൂബർകുലോസിസ് പോലുള്ള കേസസിൽ ഈ ഫെറംബോസിന് വളരെ ആക്ഷൻ ഉണ്ട്. പെട്ടെന്നൊരു ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ റെമഡി ഫെറംബോസ് ആണ്. പെട്ടെന്ന് തന്നെ ഈ Fe3 എന്ന് പറയുന്ന ആ അയണിന്റെ പോസിറ്റീവായിട്ടുള്ള അയോൺസ് ഗ്യാസ്ട്രിക് ജ്യൂസുമായിട്ട് പ്രവർത്തിച്ച് പെട്ടെന്നൊരു ഇതിലേക്ക് ഉണ്ടാക്കും. നല്ല മെഡിസിനാണ്. പക്ഷേ ഈ ഫെറംബോസ് രാത്രി കാലങ്ങളിൽ കഴിഞ്ഞാൽ പിന്നെ അധികം പെൻസീവ് ഉപയോഗിക്കരുത് എന്നൊക്കെയുള്ള ആക്ഷൻ ഉണ്ട്. സ്ലീപ്പിന് ഒരു അതൊക്കെ അയണിന്റെ പ്രത്യേക കഴിവായിട്ട് തന്നെ നമ്മൾ കാണാനുള്ളതാണ്. പിന്നെ ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് പെരിസ്റ്റാൾസിസിൽ ഈ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഫെറംബോസ് ഉണ്ട്. വെസൽസിന്റെ ഡയലറ്റേഷനിൽ വരുന്നുണ്ട്. BP റൈസ് ചെയ്യുന്നെങ്കിലും വാൾസ് റപ്ചർ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ഫെറംബോസ് വളരെ കൂടുതൽ ആക്ഷൻ ഉള്ള ഒന്നാണ്. പിന്നെ നമുക്ക് കൽക്കേറിയ സൾഫിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഇതേപോലെ തന്നെ ഫിസിയോളജിക്കൽ കെമിക്കൽ ആക്ഷനിലായിട്ട് പറയുന്നത് ഈ ഡെഫിഷ്യൻസി ഓഫ് സാൾട്ട് കൽക്കേറിയ സൾഫ് ഓവർ സപ്ലൈ ഓഫ് യൂസ്ലെസ് സെൽസ് ആണ്. അതായത് സെൽസിനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നതിനാണ് ഇത് സഹായിക്കുന്നത്. ഈ ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ സ്പിലിനിലിന്റെ ആക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ കൽക്കേറിയ സൾഫ് ചെയ്യുന്നത്. പിന്നെ വേറൊരു ജനറൽ ബയോകെമിക്കലായിട്ട് കൽക്കേറിയ സൾഫ് സപ്പറേഷനെയാണ് ബാധിക്കുന്നത്. നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു റെമഡിയാണ് സൈലീഷ്യ പറയുന്നത്. ഇൻഡസ്റ്റൈൻസ്, അൾസേഴ്സ്, കോർണിയൽ ആൻസർ പോലും ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഈ കൽക്കേറിയ സൾഫ് സഹായിക്കും. ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് ഇത് വളരെയായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇനി ഞാൻ ജനറൽ ആയിട്ടൊരു കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോ നമ്മള് കൊറൈസ് എടുക്കുകയാണെങ്കിൽ ഈ സ്റ്റോപ്ഡ് ഡ്രൈ കൊറൈസയ്ക്ക് കാലിമൂറ്, കൽക്കേറിയ ഫ്ലൂവൻ കൊറൈസ ആണെങ്കിൽ സെക്രീഷൻ വാട്ടറി ആണെങ്കിൽ നാട്രമ്യൂറ്, ഫ്ലൂവൻ കൊറൈസ സെക്രീഷൻ യെല്ലോ ആണെങ്കിൽ കാലി സൾഫ്, ഫ്ലൂവൻ കൊറൈസ സെക്രീഷൻ തിക്ക് പ്യൂരിൻ ആണെങ്കിൽ കൽക്കേറിയ സൾഫ്. ഇങ്ങനെയാണ് ഈ ഇത്രയും മെഡിസിൻസ് ആണ് പ്രധാനമായിട്ട് വരുന്നത്. പോഴ്സിനസ്, ഹെമറോയിഡ്സ്, ഇങ്ങനെ അനേകം മെഡിസിൻസ് ഉണ്ട്. ഡയബറ്റീസിന് ഞാൻ നേരത്തെ പറഞ്ഞ നാട്രോഫോസ് ഒരു പ്രധാനപ്പെട്ട മെഡിസിൻ ആണെങ്കിൽ നാട്രം സൾഫാണ് അതിന്റെ പ്രൈം മെഡിസിൻ, വിച്ച് കംപ്ലീറ്റ് സക്സസ് എന്നാണ്. കംപ്ലീറ്റ് സക്സസ് പല കേസിലും പലർക്കും EGD, ഡോക്ടർ EGD പോലുള്ള ഡോക്ടേഴ്സിന്റെ ഒരുപാട് കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് സൾഫ്യൂറിക് നാട്രം സൾഫ് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെമഡിയാണ്. പിന്നെ ഡിസീസ് ഓഫ് ദ മ്യൂക്കസ് മെമ്പറൈനിലാണെങ്കിൽ ഫൈബ്രിനസ് ആണെങ്കിൽ കാര്യം പറയണം, അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു. ആൽബുമിനസ് ആണെങ്കിൽ കൽക്കേറിയ ഫോസ് ആണ്. യെല്ലോയിഷ് ടഫ് ലംസ്. ഗോൾഡൻ യെല്ലോ ഡിസ്ചാർജ് ആണെങ്കിൽ നാട്രം ഫോസ് ആണ് വരുന്നത്. എന്നാൽ വെറും യെല്ലോയിഷിന് കാലി സൾഫാണ്. ഗ്രീനിഷ് ഡിസ്ചാർജും കാലി സൾഫാണ്. ക്ലിയർ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഡിസ്ചാർജ് നാട്രം മ്യൂർ തന്നെയാണ്. വിറുലന്റ് ആയിട്ടുള്ളത് കൽക്കേറിയ സൾഫും. എക്സ്ട്രീംലി ഒഫൻസീവ് ആണെങ്കിൽ കാലിഫോസ്. എല്ലാ ഓർഗൻസിനും ഓപ്പണിങ്സ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സ്മെല്ല് വരുന്നത് ഈ കാലിഫോസിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ എക്സ്കോറിയേറ്റിംഗ് ആണെങ്കിൽ നാട്രം മ്യൂറിയാറ്റിക് ആണ്. ഇതൊന്നും ഞാൻ ഒന്നുകൂടെ പറയുന്നില്ല, പൊതുവേ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ സ്കിന്നിന്റെ കാര്യം പറയുകയാണെങ്കിൽ വെസിക്കിൾസ് വിത്ത് സീറോ ഫൈബ്രിനസ് കണ്ടൻസ് കാലിമൂർ, വെസിക്കിൾസ് വിത്ത് ആൽബുമിനസ് കണ്ടൻസ് എന്ന് പറയുന്നത് കൽക്കേറിയ ഫോസ്. ഡോക്ടറെ നമുക്കിനി 5 മിനിറ്റേ ഉള്ളേ. ഇത്രയുമാണ്. വെസിക്കിൾസ് വിത്ത് ഹണി ലൈക്ക് യെല്ലോ കണ്ടൻസ് നാട്രം ഫോസ് ആണ്. വെസിക്കിൾസ് വിത്ത് യെല്ലോ വാട്ടറി കണ്ടൻസ് നാട്രം സൾഫ്.
വെസിക്കിൾ വിത്ത് പ്യൂറിൻ കണ്ടൻസ് കൽക്കേറിയ സൾഫ്, വെസിക്കിൾസ് വിത്ത് ബ്ലഡി ഇക്വറസ് കണ്ടന്റ് കാലിഫോസ്. ഈ ബ്ലഡി ഒന്നിലേ പറയുന്നുണ്ട് ഈ കാലി സെൽഫിൽ സൈലീഷ്യക്കും, പസ് വിത്ത് ബ്ലഡ് ആണെങ്കിൽ സൈലീഷ്യ. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത്. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരിക്കൽ നമ്മളെ ഒരാൾ ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞു ഇതിനെല്ലാം ഒരു കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനെയും പ്രത്യേകമായിട്ട് കണ്ടൻസ്, അതായത് ഇത്രയും പാർട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇത്രയും ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഉദാഹരണത്തിന് ഫെറംബോസ്, ചൈന, ജെൽസീമിയം, വെറാട്രം, ആൽബ്, എക്കണൈറ്റ്, ആർണിക്ക, അനീസ് ടെലേറ്റം, വൈറ്റോലേക്ക, ബെറിബറിസ് വൾഗാരിസ്, അസ്ട്രോക്സ്, ഇതിലൊക്കെ ഫെറംബോസ് കാണുന്നു. ചൈന, വൈബർണം റൂളിഫോറിയം, എയിലാന്തസ്, ഇതിലൊക്കെ കൽക്കേറിയ ഫോസ് കാണുന്നു. നാട്രം ബോസ് കാണുന്നു, റിയം, എയിലാന്തസ്, അനീസ്, ഹെമാമിലിസ്. ഈ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്തതിനകത്ത് കണ്ടമാനം ഇങ്ങനെ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ സിംറ്റമറ്റോളജി പറയുകയാണെങ്കിൽ ഇപ്പം ഡയബറ്റീസ്, ഡിസീസ്, മീസിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഓരോ ഡിസീസിന് സ്റ്റേജ് വൈസിലായിട്ട് ഇപ്പം ഡിസീസിന്റെ കേസസിൽ നമുക്ക് എടുത്ത് പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ബ്ലാൻഡ് ഡിസ്ചാർജ്, അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് ഇറിറ്റൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നാട്രം 100. ഈ സിക്ഷ്യസ് ആൾസ് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരു പ്രാക്ടീസ് ഒരിക്കലും പറ്റില്ല. വളരെ ഈസിയുമാണ്. നമ്മൾ ഹോമിയോപ്പതി മെഡിസിനെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇപ്പം എല്ലാവരും ഫ്ലവർ റെമഡീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനേക്കാളും ടിഷ്യൂ റെമഡീസിലോട്ട് കൂടുതൽ വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് സപ്പോർട്ടീവ് ആയിരിക്കും. ഈ പിന്നെ കുറ്റം പറയല്ല, എന്നാലും ഫ്ലവർ റെമഡീസ് ഇപ്പോഴും വെൽ പ്രൂവ്ഡ് അല്ല. ഇപ്പൊ സ്റ്റൂൾസിന്റെ കാര്യം ഞാൻ പറയാം. ഉദാഹരണത്തിന് ഒരു ചെറിയ കാര്യമാണ്. ഇപ്പൊ സ്റ്റൂള്, ക്ലേ കളേർഡ് സ്റ്റൂള് കാലിമോറാണ്. കൊയാഗുലേറ്റഡ് കൈസീൻ പോലുള്ള സ്റ്റൂളിന് ആട്രോംബോസ് ആണ്. കോപ്പിയസ് ഉണ്ടെങ്കിൽ ഫുറംബോസ്, കൽക്കറിബോസ്. ക്രീമി ആണെങ്കിൽ ആട്രോംബോസ് ആണ്. ഇനി ക്രംബ്ലിങ് എന്നൊക്കെ പറഞ്ഞ പോലെ അത് നാട്രമൂറിന്റെ പ്രത്യേകതയാണ്. ഡാർക്ക് നാട്രം സൾഫ്, കാലിഫോസ്. ഡിഫിക്കൽട്ട് ടു എക്സ്പെൽ ആണെങ്കിൽ നാട്രമൂർ, നാട്രം സൾഫ്. ഡ്രൈ ആയിട്ടുള്ളത് നാട്രമൂറാണ്. എക്സ്പെൽഡ് വിത്ത് ഫോഴ്സ്, ഫോഴ്സ്. ലോക്കലന്റ് ആയിട്ടുള്ളതാണെങ്കിൽ കാലിമൂറ്. ഫെറ്റഡ് ആൻഡ് ഫൗള്, കാലിഫോസ്. ഫ്രീക്വന്റ് ആയിട്ടുള്ള നാട്രം ഫോസ്. പ്രോത്തിയൻ ഗ്ലെയറി, നാട്രം മ്യൂറ്. ഗ്രീൻ സ്റ്റൂള്, നാട്രം ഫോസ്, നാട്രം സൾഫ്, കൽക്കറിഫോസ്. ഒരു അനേകം സിംറ്റംസ് ഉണ്ട്. പിറുലന്റ് ആയിട്ടുള്ള ഡിസ്ചാർജ് വരുന്നെങ്കിൽ കൽക്കേറിയ സൾഫാണ്. അതെല്ലാം ജനറൽ ആയിട്ടുള്ള ഒരു സിംറ്റമറ്റോളജി നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം ഇത് പഠിക്കാൻ കഴിയും. അപ്പോൾ ഏത് മെഡിസിൻസുമായിട്ടൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്ത് വരിക എന്നുള്ളതൊക്കെ നമുക്ക് യെസ്. എപ്പോഴും വായിക്കും. കുറച്ച് സമയത്തിനൊക്കെ എനിക്ക് ആ പ്ലാൻസിന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. അല്ല എങ്കിലും നമ്മൾ അല്ല ഡോക്ടറെ, ഇത് ഇത്രയും ധൃതി ഗ്രാജുവലായിട്ട് എടുത്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, കുറേശ്ശെ ക്ലാസ്സിൽ പോയാൽ മതി. പറയാം, സാരമില്ല. എന്നാലും നമുക്ക് ഈ ഇന്നത്തെ നമ്മളൊരു വൈൻഡപ്പ് ചെയ്യാം ഡോക്ടറെ, ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും നന്നായിട്ട് പറഞ്ഞു. എടുത്താലും ഒരുപാട് ശരി. കാര്യങ്ങൾ മാത്രമല്ല, ഏറ്റവും രസകരമായി തോന്നിയ കാര്യം ഇത്രയധികം കാര്യങ്ങൾ ഡോക്ടർ എങ്ങനെ പഠിച്ചു എന്നുള്ള അവിടെ അത്ഭുതം തോന്നുകയാണ്. കാരണം ധാരാളം ഞാൻ കാര്യം ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഞാൻ ഈ കാര്യങ്ങൾ മാത്രം കണ്ടമാനമായിട്ട് മനസ്സിലിട്ട് നോക്കാൻ തുടങ്ങിയ വർഷങ്ങളായി. നമ്മുടെ ഇത് സമയം ഇല്ലാത്ത നേരത്തും ഒരുപാട് ഞാനവിടെ കോളേജ് യൂണിയൻ ചെയർമാനൊക്കെ ആയിരുന്നു. ആദ്യത്തെ ഫസ്റ്റ് കോളേജ് യൂണിയൻ ചെയർമാനാണ് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ. എനിക്ക് ഡിപ്ലോമ സമരം ഒരുപാട് പേർക്ക് ഇന്ന് ഈർഷ്യമുള്ള കാര്യമാണ്. ഞാൻ അതിന്റെ കോർഡിനേഷൻ കമ്മിറ്റിയിലെ ആദ്യത്തെ ചെയർമാനൊക്കെ ആയിട്ട് ഒരുപാട് സമയം വേണ്ടി വന്നു. അപ്പൊ അന്നും എനിക്ക്, ഞാൻ ആദ്യം ഈ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ തന്നെ ചില ഹയറായിട്ട് പ്രാക്ടീസ് ചെയ്ത അനേകം പേരെ എനിക്കറിയാം. അനേകം പേരെ എൻ്റെ വഴിയിലേക്ക് വരികയും ചെയ്തു. അവസാനം സമയമൊക്കെ വെറുതെ പോയി വായിച്ചുകൊണ്ടിരുന്നേയിരുന്നു. അതാണ് എൻ്റെ വായന എന്ന് പറയുന്നത്. ഞാൻ ഈ ജനറലായിട്ട് പേഴ്സണലിലും അപ്രോച്ച് ചെയ്യുന്ന ആളുകളും വരുന്ന കാര്യങ്ങളും വിഷമങ്ങളും അത്രയും ഹോമിയോപ്പതിക്കലായിട്ട് മാത്രം ആണ് കാണുന്നത്. കാര്യം അതാണ് വേണ്ടത്. അതെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു സയൻസ് തെറാപ്പിറ്റിക്കലായിട്ട് നാം പഠിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ഡോക്ടറാണ്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ് തന്നെ? ആ വാർഡ് അത് PhD കിട്ടിയാലും ഡോക്ടറാകും, ഡോക്ടർ തന്നെ. അതുപോലെ തന്നെ വൈദ്യം പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ തന്നെ ഡോക്ടർ. ഡോക്ടർ ഓക്കെ. വൈദ്യം അപാരമായിട്ട്. എന്തായാലും വളരെ ഭംഗിയായി ഡോക്ടർ പറയുകയുണ്ടായി. ഇപ്പം എനിക്കൊരു സജഷൻ ഉള്ളത്, ഇതിന് അല്പം കൂടെ ഗ്യാപ്പ് കൊടുത്ത് പതുക്കെ പറയുകയാണെങ്കിൽ കൂടുതൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. കാരണം ഒരു അത്രത്തോളം റിച്ച് ഇൻ കണ്ടന്റ് ആണ് ഇത്. എല്ലാ ഡോക്ടർ പറഞ്ഞാൽ ബേസിക്കലി അറിഞ്ഞിരിക്കണം. മാത്രമല്ല ഈ പറഞ്ഞ ഇലക്ട്രോലൈറ്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ അത്യാവശ്യം. നമ്മൾ പറഞ്ഞ ജനറൽ സ്റ്റിമുലേ, സ്പെഷ്യൽ സ്റ്റിമുലേ, രണ്ട് ഘടകങ്ങളുടെ ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. അപ്പൊ അതിനകത്ത് വേറെ ജനറൽ സ്റ്റിമുലേ കുറിച്ച് ഡോക്ടർ പറഞ്ഞത് നമുക്ക് പലർക്കും നല്ല ധാരണ ഉള്ളതല്ല. വളരെ നിസ്സാരമായിട്ട് തന്നെ പല അസുഖങ്ങളും മാറ്റാൻ കഴിയുകയും ചെയ്യും സിസോൺസിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞാല്. എന്തായാലും IFPH ഡോക്ടർ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് നാളെ ഇതേ സമയം വീണ്ടും കാണാൻ പ്രതീക്ഷ നിർത്തുന്നു. നമസ്കാരം.